بسم الله الرحمن الرحيم الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا ومولانا محمدا صلى الله عليه وسلم عبده ورسوله اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم والتابعين لهم بإحسان إلى يوم الدين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إذا وقعت الواقعة ليس لوقعتها كاذبة خافضة رافعة إذا رجت الأرض رجا وبست الجبال بسا فكانت هباء منبثا وكنتم أزواجا ثلاثة فأصحاب الميمنة ما أصحاب الميمنة وأصحاب المشأمة ما أصحاب المشأمة والسابقون السابقون أولئك المقربون في جنات النعيم صدق الله العلي العظيم صدق وصدق وبلغ رسوله النبي الكريم ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين قال رسول الله صلى الله عليه وسلم أتدرون من السابقون إلى ظل يوم القيامة قالوا الله ورسوله أعلم قال الذين إذا أعطوا الحق قبلوا وإذا سئلوه بذلوا وحكموا للناس كحكمهم لأنفسهم صدق شفيعنا رسول الله صلى الله عليه وسلم هل الدنيا وما فيها جميعا سوى ظل يزول مع النهار تفكر أين أصحاب السرايا وأرباب الصوافن والإشار وأين الأعظمون يدا وبأسا وأين السابقون لدى الفخار وأين القرن بعد القرن منهم من الخلفاء والشمم الكبار كأن لم يخلقوا أو لم يكونوا وهل حي يصان عن البواري يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم ആദരണീയരായ ഉസ്താദുമാരെ, പണ്ഡിതന്മാരെ, നേതാക്കളെ, സ്നേഹസമ്പന്നരായ സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, വിശുദ്ധ ഖുർആനിലെ 56-ാം അധ്യായമായ സൂറത്തുൽ വാഖിഅ വിശദീകരിച്ചുകൊണ്ടാണ്
നാം ഇവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ പഠിക്കുന്ന, അതിനുവേണ്ടി ചെലവഴിക്കുന്ന ഈ നല്ല സന്ദർഭങ്ങൾ മുഴുവനും ഇരുലോകത്തും ഉപകാരമുള്ള അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിന്റെ തണലിലായി ഇരുലോകത്തും രക്ഷ ലഭിക്കുന്ന സൽവൃത്തരിൽ നമ്മെയും നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, നാം സ്നേഹിക്കുന്നവർ, നമ്മെ സ്നേഹിക്കുന്നവർ, ദുആ കൊണ്ട് പ്രത്യേകം കടപ്പെട്ടവർ എല്ലാവരെയും അല്ലാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. മാനസികമായും ശാരീരികമായും പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, വിഷമങ്ങൾ കാരണം പ്രതിസന്ധി അനുഭവിക്കുന്ന മുഴുവൻ ആളുകൾക്കും നമ്മുടെ ഈ സദസ്സിലെ ദുആ അല്ലാഹു വലിയ പരിഹാരമായി സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുന്നു. സൂറത്തുൽ വാഖിഅ ഒരു വിശ്വാസി എന്നും ഓതേണ്ട സൂറത്താണ്. രാത്രിയിലോ പകലിലോ സമയം കിട്ടുമ്പോൾ സൂറത്തുൽ വാഖിഅ ഓതുന്നവന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ ഏറ്റവും മഹത്തായ സുഖം ദാരിദ്ര്യ നിർമാർജനമാണ്. നമ്മളെല്ലാവരും അധ്വാനിക്കുന്നത് ക്ഷേമൈശ്വര്യപൂർവം ജീവിതം നയിക്കാനാണ്. ദുനിയാവിലും ക്ഷേമം വേണം, പരലോകത്തും നമുക്ക് മോക്ഷം വേണം. ഇരുലോകത്തെയും മോക്ഷം പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാ ദിവസവും പാരായണം ചെയ്യേണ്ട സൂറത്താണ് സൂറത്തുൽ വാഖിഅ. ജീവിതത്തിൽ വരുന്ന കഷ്ടതകൾ, യാതനകൾ, വേദനകൾ, അതിന് ഭാരിച്ച ചെലവുകൾ വരുമ്പോൾ നാം ഒരുപക്ഷെ സമ്പത്തില്ലെങ്കിൽ കടബാധ്യതയുള്ളവരായിത്തീരും. സൂറത്തുൽ വാഖിഅ ഓതുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ വരില്ല. എന്നും അത് ഓതുന്ന ഒരു മനുഷ്യനാണെങ്കിൽ മൻ ഖറഅ സൂറത്തുൽ വാഖിഅത്തി കുല്ല ലൈലത്തിൻ, മറ്റൊരു റിപ്പോർട്ടിൽ കുല്ല യൗമിൻ, എല്ലാ ദിവസവും രാത്രിയോ പകലോ ലം തുസിബുഹു ഫാഖത്തുൻ അബദ, ഒരിക്കലും ദാരിദ്ര്യം അവന് വന്നു ഭവിക്കുകയില്ല. ആ ഒരു ഹദീസ് അന്വർത്ഥമാക്കി ജീവിതത്തിൽ ദാരിദ്ര്യം ഇല്ലാതെ ധാരാളം സന്താനങ്ങളുമായി ജീവിച്ച പ്രഗൽഭനായ സ്വഹാബി വര്യനാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. സൂറത്തുൽ വാഖിഅ മാത്രം അടിസ്ഥാനപ്പെടുത്തി ചില്ലറ ജോലി എടുത്ത് ജീവിക്കുമ്പോഴും നല്ല സമൃദ്ധിയും ബറക്കത്തും അല്ലാഹു നൽകിയ വലിയൊരു മഹാനുഭാവനാണ്. ശാരീരികമായി കൂടുതൽ ആരോഗ്യമൊന്നുമില്ല, വലിയ ജോലിക്കൊന്നും കഴിയൂല, ചെറിയ ജോലികളൊക്കെ എടുക്കും. പഴയ കാലത്ത് മക്കയിലെ ആട്ടിടയനാണ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ആട്ടിടയന് നമുക്കൊക്കെ അറിയാം, വളരെ തുച്ഛമായ വേതനം മാത്രമേ ലഭിക്കുകയുള്ളൂ. പിന്നീട് ഒരു ചില്ലറ ജോലിയുമായി മുന്നോട്ട് പോകുന്നുവെങ്കിലും പലപ്പോഴും ദാരിദ്ര്യം വന്നേക്കുമെന്ന് ഭയക്കുന്ന സന്ദർഭങ്ങളിലൊക്കെ മുന്നോട്ട് വെച്ചത് സൂറത്തുൽ വാഖിഅയാണ്. ഞാൻ അതിന്റെ ഒരു അനുഭവം ആദ്യം പറയുന്നത്, ഒരു ചരിത്രം ആദ്യം നിങ്ങളിലേക്ക് കൈമാറുന്നത്, എല്ലാ ദിവസവും സൂറത്തുൽ വാഖിഅ ഓതണം. പരിചയക്കാരിലെ അനുഭവങ്ങൾ എനിക്ക് ധാരാളം പറയാനുണ്ട്, പക്ഷേ ഞാൻ അതിലേക്ക് ഇപ്പോൾ പ്രവേശിക്കുന്നില്ല. നീണ്ട ഭാഗങ്ങൾ വിശദീകരിക്കാനുള്ളത് കൊണ്ട് വളരെ ചുരുക്കിയാണ് ഈ സംഭവം ഓർമ്മപ്പെടുത്തുന്നത്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലം വരെ ജീവിച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 10-20 വർഷത്തോളം. അത്രയും കൊല്ലം ജീവിച്ച മഹാനുഭാവൻ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് വളരെ വലിയ അനുഗ്രഹങ്ങൾ വാങ്ങിയ മഹാനാണ്. വലിയ സമ്പന്നനായ സ്വഹാബിയാണല്ലോ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. പാരമ്പര്യമായിട്ടുള്ള സമ്പത്താണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ സമ്പത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണം. ബാപ്പ അഫ്ഫാൻ നല്ല പണക്കാരനായിരുന്നു. ബാപ്പാക്ക് അങ്ങനെ പണം ലഭിക്കാനുള്ള കാരണം അബ്രഹത്ത് രാജാവും കൂട്ടരും
കഅബയെ പൊളിക്കാനും അവിടുന്ന് നീക്കം ചെയ്യാനും വേണ്ടി വന്നപ്പോൾ അല്ലാഹു തആല പ്രത്യേക തരം പക്ഷികളെ വിട്ട് അവരെ നശിപ്പിച്ചു. അപ്പോൾ അവർ കൊണ്ടുവന്നിരുന്ന ഇഷ്ടം പോലെയുള്ള സമ്പത്തിൽ നിന്ന് നല്ലൊരു വിഹിതം കിട്ടിയ ആളാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ് അഫ്ഫാൻ. അപ്പൊ ആ അഫ്ഫാനിന്റെ സമ്പത്തിൽ നിന്ന് നല്ല അനന്തര സ്വത്ത് ലഭിച്ച മകൻ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പിന്നീടത് പുഷ്ടിപ്പെടുത്തി വളർത്തിയെടുത്ത് വലിയ സമ്പത്തിന്റെ ഉടമയായി. ആ മഹാനുഭാവന് ഈ സ്വഹാബിയോട് വലിയ ഇഷ്ടമായിരുന്നു അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അപ്പൊ ഇടക്കിടക്ക് കാശ് കൊടുത്തയക്കും ആ ഇഷ്ടത്തിന്റെ പേരിൽ. പക്ഷെ എപ്പോൾ കൊടുത്തയച്ചാലും മഹാനവർകൾ അത് സ്വീകരിക്കില്ല. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു സ്വീകരിക്കാതെ തിരിച്ചയക്കും, എനിക്കിപ്പോൾ വേണ്ട, ആവശ്യത്തിന് ഇവിടെ ഉണ്ട്, കൊണ്ടുപോയിക്കോളി എന്ന് പറയും. പലരും പുറത്തു നിന്ന് വീക്ഷിച്ചിട്ട് പറയും, എന്താ ഇങ്ങനെ തിരിച്ചയക്കാൻ കാരണം? വലിയ സമൃദ്ധി ഐശ്വര്യമൊന്നും ജീവിതത്തിൽ കാണുന്നില്ലല്ലോ, പക്ഷെ കൊടുത്തയക്കുന്ന ഒന്നും വാങ്ങുന്നില്ലല്ലോ. അങ്ങനെ അവസാനം മരണത്തിന്റെ മുമ്പ് രോഗശയ്യയിൽ കിടക്കുമ്പോൾ, അന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖലീഫയാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഈ സ്വഹാബിയെ കാണാൻ വേണ്ടി വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ബാധിച്ച ക്ഷീണം കാരണം ഇനി അദ്ദേഹം മരിക്കും എന്ന അർത്ഥത്തിൽ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, അവസാനമായിട്ട് എന്തെങ്കിലുമൊക്കെ പരാതി നിങ്ങൾക്ക് പറയാനുണ്ടോ? ആ സമയത്ത് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, എനിക്ക് പരാതിയുണ്ട്. എന്റെ പരാതി ദുനൂബി, എന്റെ വൈകല്യങ്ങളാണ്. കറാഹത്ത് പോലും ചെയ്യാതെ ജീവിച്ചെങ്കിലും അല്ലാഹുവിലുള്ള ഖൗഫ് കൊണ്ടാണ് ആ മറുപടി പറയുന്നത്. കറാഹത്ത് പോലും ഇല്ല, പിന്നെയല്ലേ ഹറാമ് തെരഞ്ഞു നോക്കിയാൽ കാണുന്നത്. പക്ഷേ അപ്പോഴും അവരെ മനസ്സിൽ പ്രതീക്ഷയും ഉണ്ട്, പ്രത്യാശയും ഉണ്ട്. പ്രത്യാശയോടുകൂടെയുള്ള മറുപടിയാണ് ദുനൂബി, എനിക്ക് പരാതിപ്പെടാനുള്ളത് എന്റെ വൈകല്യങ്ങളാണ്. ഇതല്ല ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ ചോദിക്കുന്നത്. മരിക്കാൻ പോകുമ്പോ എന്തെങ്കിലും പരാതി പറയാനുണ്ടെങ്കിൽ, എന്റെ ഖജനാവിൽ ഇഷ്ടം പോലെ സമ്പത്തുണ്ട്, എനിക്കൊരുപാട് പരിചാരകന്മാരുണ്ട്, എനിക്കൊരുപാട് സേവകന്മാരുണ്ട്. നിങ്ങളുടെ ജീവിതാനന്തരം മക്കളെ നോക്കാനും കുടുംബത്തെ നോക്കാനുമുള്ള ചുമതല ഏൽപ്പിക്കുകയാണെങ്കിൽ ഏറ്റെടുക്കാം. ഇത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് ചോദിക്കുന്നത്. ഉത്തരം ശരിയായ രൂപത്തിൽ കിട്ടാത്തത് കൊണ്ട് പിന്നെയും ചോദിച്ചു, മാദാ തഷ്തഹി, വല്ല താല്പര്യങ്ങളും പറയാനുണ്ടോ? അപ്പോൾ പറയുന്ന മറുപടി, താല്പര്യമുണ്ട്. റഹ്മത്തു റബ്ബി, എന്റെ താല്പര്യം എന്റെ റബ്ബിന്റെ കാരുണ്യമാണ്. അള്ളാഹു എനിക്ക് കരുണ നൽകണം, അതെന്റെ താല്പര്യമാണ്, ആഗ്രഹമാണ്. രണ്ട് ചോദ്യത്തിന് ഉത്തരം കിട്ടേണ്ടത് ഇതല്ല. അപ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ക്ഷീണിച്ചിട്ടുണ്ടല്ലോ, അഫലാ നദ്ഉ ലക ത്വബീബൻ, ഒരു ഡോക്ടറെ വിളിച്ചു കൊണ്ടുവരട്ടെ നിങ്ങളെ ഒന്ന് നോക്കാൻ വേണ്ടി. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, അത്വബീബു അംറലനി, യഥാർത്ഥ വൈദ്യൻ എന്നെ നോക്കിക്കഴിഞ്ഞു, എന്നെ ശുശ്രൂഷിച്ചു കഴിഞ്ഞു. യഥാർത്ഥ ത്വബീബ് ആരാണ്? ഏത് ആള് ചികിത്സിച്ചാലും മാറില്ലെങ്കിലും അവസാനം ഒരു ചികിത്സ നൽകാൻ കഴിവുള്ളവനുണ്ട്, അല്ലാഹുവല്ലേ അവൻ. ആര് കഴിവച്ചാലും അല്ലാഹുവിലേക്ക് മനസ്സു തുറന്നാൽ ഒരു മാധ്യമങ്ങളുമില്ലാതെ അല്ലാഹു സുഖപ്പെടുത്തൂലേ? യഥാർത്ഥ ഡോക്ടർ ചികിത്സ നൽകിയാൽ ഒരു നിലക്കും തള്ളാത്ത രൂപത്തിൽ ഫലിക്കുന്ന ത്വബീബ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ ശുശ്രൂഷിച്ചു. അതുകൊണ്ട് ഇനി ഭൗതിക വൈദ്യന്മാരെ എനിക്ക് ആവശ്യമില്ല. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അഫലാ നഅ്മുറു ലക ബിഅതാഇക്, നിങ്ങൾക്ക് വല്ല ധർമ്മവും തരാൻ കൽപ്പിക്കട്ടെ? മറ്റു ചില റിപ്പോർട്ടുകളിൽ കാണാം, ഞാൻ എത്ര കൊടുത്തയച്ചിട്ടും പലപ്പോഴും നിങ്ങൾ മടക്കിയ എന്റെ ഭാഗത്ത് നിന്ന് വലിയൊരു സംഭാവന ഞാൻ നിങ്ങൾക്ക് തരാൻ വേണ്ടി നിർദ്ദേശിക്കട്ടെ? മരിക്കാൻ കിടക്കുമ്പോ പറയുന്നത്, ലാ ഹാജത ലീ ഫീ, എനിക്ക് നിങ്ങളെ ധർമ്മത്തിൽ ആവശ്യമില്ല. ഹസബ്തുഹു അന്നി ഫീ ഹയാതി വതദ്ഫഉഹു ലീ ഇൻദ മമാതി,
ഞാൻ നിങ്ങൾ കൊടുത്തയച്ചത് പലപ്പോഴും എന്റെ ജീവിതകാലത്ത് തടഞ്ഞിട്ടുണ്ട്, ശരിയാ. ഇപ്പം മരിക്കാൻ നിൽക്കുമ്പോഴാണോ നിങ്ങൾ എനിക്കത് വെച്ച് നീട്ടുന്നത്? എനിക്ക് വേണ്ട. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ട എന്നുള്ളത് ശരിയാക്കാനാ നിങ്ങൾ മരിക്കാൻ പോകല്ലേ. യകൂനു ലിബനാതിക മിൻ ബഅദിക്, നിങ്ങൾക്ക് ശേഷം നിങ്ങളെ പെൺകുട്ടികൾ അത് ഉപകരിച്ചു കൊള്ളുമല്ലോ. ആ നേരത്താണ് ആവേശത്തോടെയുള്ള ചോദ്യം, അതഖ്ശാ അലാ ബനാതിയൽ ഫാഖത മിൻ ബഅദി, ഞാൻ മരിച്ചിട്ട് എന്റെ മക്കൾക്ക് ദാരിദ്ര്യം വരുമെന്ന പേടി നിങ്ങൾക്കുണ്ടോ? ഞാൻ മരിച്ചതിന് ശേഷം എന്റെ കുട്ടികൾ ഒന്നും കിട്ടാതെ ഭിക്ഷാടനത്തിന് വേണ്ടി പോകേണ്ടി വരുമെന്ന് നിങ്ങൾക്ക് ഭയമുണ്ടോ? അങ്ങനെ ഒരു പേടിയും പേടിക്കേണ്ടതില്ല. ഇന്നി അമർതുഹുന്ന അൻ യഖറഅന കുല്ല ലൈലത്തിൻ സൂറത്തുൽ വാഖിഅ, എന്റെ പെൺകുട്ടികളോട് എല്ലാ ദിവസവും സൂറത്തുൽ വാഖിഅ ഓതാൻ ഞാൻ കൽപ്പിച്ചിട്ടുണ്ട്. ഓതാൻ പറ്റുമ്പോഴൊക്കെ അവർ ഓതാറുണ്ട്, ഒറ്റ രാത്രിയും മുടക്കാറില്ല. ഖുർആൻ ഓതാൻ അവർക്ക് പറ്റുന്ന ഏതെല്ലാം രാവുണ്ടോ ഒരൊറ്റ രാത്രിയും മുടക്കാതെ എന്റെ പെൺമക്കൾ അത് ഓതാറുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് എന്റെ ഹയാത്ത് കാലത്ത് ദാരിദ്ര്യം ഭയമില്ലാത്തതുപോലെ ഞാൻ മരിച്ചിട്ട് എന്റെ മക്കളങ്ങനെ കുടുങ്ങും എന്നൊരു പേടി എനിക്കില്ല. ഞാൻ അങ്ങനെ അവരോട് കൽപ്പിക്കാനുള്ള കാരണം, ലിമാ സമിഅതു മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. മൻ ഖറഅ സൂറത്തുൽ വാഖിയതി കുല്ല ലൈലത്തിൻ ലം തുസിബുഹു ഫാഖത്തുൻ അബദാ, എല്ലാ ദിവസവും സൂറത്തുൽ വാഖിയ ഓതിയാൽ ദാരിദ്ര്യം വന്ന് ഭവിക്കുകയില്ല, കഷ്ടപ്പാട് വന്ന് ഭവിക്കുകയില്ല. കുറഞ്ഞ വേതനം കിട്ടുന്ന ആളാണെങ്കിലും അല്ലാഹു ബറക്കത്ത് നൽകിയാൽ അല്ലാഹു തആല കഷ്ടപ്പാടുകളിൽ നിന്ന് രക്ഷപ്പെടുത്തി നല്ല ആഫിയത്ത് നൽകുകയും ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള വലിയ മനസ്ഥിതിയും തന്നാൽ അതാണല്ലോ ഏറ്റവും വലിയ സമൃദ്ധി. ദുനിയാവിലുള്ള ഏറ്റവും നല്ല മനസ്സ് ആരാണ്? ബഹുമാനപ്പെട്ട ഷാഫി ഇമാം തങ്ങൾ പറഞ്ഞു, ഇദാ കുംത ദാ ഖൽബിൻ ഖനൂഇ ഫഅൻത വമാലികുദ് ദുനിയാ സവാഉ, നീ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ മനസ്സുള്ള ആളാണെങ്കിൽ നീയും വലിയ സമ്പന്നനും ഒരുപോലെയാണ്. കാരണം വലിയ സമ്പന്നന് തൃപ്തിപ്പെടാൻ കഴിയുന്ന ഇഷ്ടംപോലെ സമ്പത്ത് അള്ളാഹു കൊടുത്തുകൊണ്ടാണ്. സമ്പത്ത് കൊടുത്തുള്ള മോശമൊന്നുമല്ല കേട്ടോ, അങ്ങനെ ആരും കരുതണ്ട. ഒരാൾക്ക് അല്ലാഹു തആല ഏറെ സമ്പത്ത് കൊടുത്തു എന്നുള്ള മോശമൊന്നുമല്ല. സമ്പത്ത് കൊടുത്തവർക്ക് അല്ലാഹു തആല ഖൈറായ പ്രവർത്തനങ്ങൾക്ക് തൗഫീഖ് നൽകട്ടെ. അവർ ചെയ്ത ഖൈറായ പ്രവർത്തനങ്ങൾ അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. സമ്പത്ത് കൊടുത്തു എന്നുള്ള മോശമൊന്നുമല്ല, കൊടുക്കാതിരുന്നു എന്നുള്ള മോശമല്ല. കൊടുക്കാത്ത ആൾക്ക് കിട്ടിയതിൽ തന്നെ ഉള്ളതിൽ വലിയ തൃപ്തി ഉണ്ടെങ്കിൽ അയാൾക്ക് കുറഞ്ഞു പോയി തോന്നുമല്ലോ. അല്ലാഹു തആല എനിക്ക് തന്നത് എനിക്ക് വേണ്ട അത്ര അല്ല എനിക്ക് തന്നു എന്നാണ് അയാളെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകുക. അപ്പൊ അയാള് ആ മനസ്ഥിതി കൊണ്ട് അയാളും സമാണ്. ഇഷ്ടം പോലെ അല്ലാഹു തആല തന്നു, എന്റെ ആവശ്യങ്ങൾക്കൊക്കെ തന്നു എന്നുള്ളവർക്ക് മറ്റേ ആൾക്കും തൃപ്തിയാണ്, അയാളും സമാണ്. അപ്പൊ നല്ല ഉള്ള ആളും സമാണ്, ഇല്ലാത്ത ആളും സമാണ്. ഇതാണ് ഈ ബറക്കത്തിന്റെ വലിയ ഒരു വിഷയം. അപ്പൊ ഉമ്മമാരെ, സഹോദരിമാരെ, എല്ലാവരും സൂറത്തുൽ വാഖിയ ദായിമാക്കണം. നമ്മുടെ ഈ വർഷത്തെ ഖുർആൻ പ്രഭാഷണത്തിന്റെ തുടക്കത്തിൽ നമ്മൾ ഈ പ്രതിജ്ഞ ചെയ്യണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഓതുന്നവര് വിടാൻ പാടില്ല, എല്ലാ ദിവസവും ഓതണം സൂറത്തുൽ വാഖിയ. സഹോദരിമാര് ഓതാൻ പറ്റുമ്പോഴൊക്കെ ഓതണം. ഓതാൻ പറ്റുന്ന ഒരു രാത്രിയും നമ്മളത് ഒഴിവാക്കിയാൽ അതിന്റെ ക്ഷീണം ഒരു പക്ഷെ നമുക്ക് വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇരുത്തി ചിന്തിപ്പിച്ച സൂറത്തുകളിൽ ഒരു സൂറത്താണ് സൂറത്തുൽ വാഖിയ. ഇത് തീരുമ്പോഴേക്ക് നമുക്കും നല്ലൊരു മാറ്റം വേണം. അള്ളാഹു നൽകുമാറാകട്ടെ. തങ്ങൾ പറഞ്ഞു ഹദീത്തിൽ, ശയ്യബത്തിനീ ഹൂദ് വൽ വാഖിയ വൽ മുർസലാത്തു വഅമ്മ യതസാഅലൂൻ വഇദ ശംസു കുവ്വിറത്. അവിടുത്തെ താടിരോമങ്ങളിൽ ചില്ലറ രോമങ്ങൾ മാത്രം നരച്ചിട്ടുണ്ട്. 14 എന്നും 16 എന്നും ഒക്കെ റിപ്പോർട്ട് കാണാം. ഏതായാലും 20ലേക്ക് എത്തിയിട്ടില്ല. കുറഞ്ഞ രോമങ്ങൾ നരച്ചിട്ടുണ്ട്. തലയിലും അങ്ങനെ തന്നെ കുറഞ്ഞ രോമങ്ങൾ നരച്ചിട്ടുണ്ട്. ആ ഒരു രോമം നരക്കുന്ന ഒരവസ്ഥയിലേക്ക് എന്നെ എത്തിച്ചത് പ്രായാധിക്യത്തിനപ്പുറം ശയ്യബത്തിനീ ഹൂദ്,
ഹൂദ് സൂറത്ത് എന്നെ നരബാധിപ്പിച്ചു. വൽ വാഖിയതു വാഖിയ സൂറത്തും, സൂറത്തുൽ വാഖിയിൽ അല്ലാഹു തആല പറയുന്നത് പൂർവീകരെ പറ്റിയുള്ള വർത്തമാനം പറയുന്നുണ്ട്, സ്വർഗക്കാരെ പറ്റിയുള്ള വർത്തമാനം പറയുന്നുണ്ട്, നരകക്കാരെ പറ്റിയുള്ള വർത്തമാനം പറയുന്നുണ്ട്, ഭൗതിക ലോകത്ത് ജീവിക്കുന്നവരെ പറ്റി പറയുന്നുണ്ട്, പരലോകത്തിന്റെ ആളുകളെ പറ്റി പറയുന്നുണ്ട്, മരണമെന്ന് പറയുന്ന യാഥാർത്ഥ്യത്തെ പറ്റി പറയുന്നുണ്ട്, മരണത്തിൽ ജയിക്കുന്നവരെയും തോൽക്കുന്നവരെയും പറയുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ അതിന്റെ ബഹുമാനത്തെ പറ്റി പറയുന്നുണ്ട്. അല്ലാഹു നൽകിയ അനേകം അനുഗ്രഹങ്ങളെ എണ്ണി എണ്ണി പറയുന്നുണ്ട്. സത്യനിഷേധികളുടെ അഹന്തയെ പറ്റിയും അഹംഭാവത്തെ പറ്റിയും പറയുന്നുണ്ട്. അവർക്ക് വരാനിരിക്കുന്ന മഹാപരാജയത്തെ പറ്റിയും പറയാനുണ്ട്. എത്ര പറയാനുണ്ട്? സൂറത്തുൽ വാഖിയയുടെ തുടക്കം ലോകാവസാനത്തെ പറ്റിയാണ്. ഞാൻ ആ ഓതി വെച്ച ആയത്ത് ഇങ്ങനെ അർത്ഥം വെക്കും, പിന്നീട് ഇൻഷാ അല്ലാഹ് അത് വിശദീകരിക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദാ വഖഅത്തിൽ വാഖിഅ ലൈസ ലിവഖഅതിഹാ കാദിബ. ഇദാ വഖഅത്തിൽ വാഖിഅ, സംഭവിക്കാനിരിക്കുന്നത് സംഭവിച്ചു കഴിഞ്ഞാൽ. ഇദാ വഖഅത്തിൽ വാഖിഅ, മഹാസംഭവം ഇവിടെ സംഭവിച്ചു കഴിഞ്ഞാൽ. ലൈസ ലിവഖഅതിഹാ കാദിബ, ആ സംഭവത്തെ നിഷേധിക്കുന്ന ഒരൊറ്റ മനുഷ്യനും ഇവിടെ ഉണ്ടാകില്ല. അത് ശരിയല്ലെന്ന് പറയുന്ന ഒരു ശരീരവും അന്നിവിടെ കാണൂല. ഇന്നൊരു പക്ഷേ സങ്കല്പമാണെന്ന് പറയുന്നവരും ഇന്നൊരു പക്ഷേ വെറുതെ പറയുകയാണെന്ന് ചിന്തിക്കുന്നവരും അന്നത് ശരിവെക്കും. വിശ്വാസരാഹിത്യത്തിന്റെ പേരിൽ ഇന്ന് തള്ളുന്നവരും അന്ന് ശരിവെക്കും. അന്ന് നിഷേധിക്കുന്ന ഒറ്റ ശരീരത്തെയും കാണൂല. ഖാഫിലത്തുർ റാഫിഅ, സംഭവം നടന്നു കഴിഞ്ഞാൽ ഖാഫിലത്തുൻ, ഒരു വിഭാഗം ജനങ്ങൾ താഴ്ചയിലേക്ക് പോകും. റാഫിഅത്തുൻ, മറ്റൊരു വിഭാഗം ജനങ്ങൾ ഉയർച്ചയിലേക്ക് പോകും. അല്ലാഹു തആല ആദ്യം മൊത്തത്തിൽ ഇത് പറഞ്ഞിട്ട് മഹാസംഭവത്തിന്റെ മുന്നോടിയായി നടക്കുന്ന പ്രതിഭാസങ്ങളെ പറ്റി പറയുന്നു. ലോകാവസാനം നടക്കുന്നതിന്റെ തൊട്ടു മുമ്പ് എങ്ങനെയുണ്ടാകും? ഇദാ റുജ്ജത്തിൽ അർളു റജ്ജാ, ഭൂമിയെ കിടുകിടാ വിറപ്പിക്കപ്പെട്ടാൽ, മുമ്പൊരിക്കലും കാണാത്ത തരത്തിലുള്ള ഭൂചലനം ഭൂമിയിൽ നടന്നു കഴിഞ്ഞാൽ. സുൽസിലത്ത് സിൽസാലൻ ശദീദാ, ശക്തമായ ഭൂചലനം. ഏതെങ്കിലും ഒരു രാജ്യത്തിൽ മാത്രമല്ല, മൊത്തം ഭൂമി എന്നാ പറഞ്ഞത്. ഇദാ റുജ്ജത്തിൽ അർളു റജ്ജാ, ഭൂമി മൊത്തം വിറവിറപ്പിക്കപ്പെട്ടാൽ. റുജ്ജത്തിൽ അർളു റജ്ജൻ, ഒരേ രൂപത്തിലുള്ള രണ്ട് പദം ആവർത്തിച്ചത് കണ്ടില്ലേ നിങ്ങൾ? അത് വിഷയത്തിന്റെ കടുപ്പം പഠിപ്പിക്കാനാണ്. ഇദാ റുജ്ജത്തിൽ അർളു, പിന്നെ റജ്ജൻ, അഥവാ ശക്തമായ, അതിലും ശക്തമായ ഒരു കുലുക്കം വരാനില്ല. പൂർണാർത്ഥത്തിൽ ഭൂമി ഒന്നാകെ കുലുങ്ങിക്കഴിഞ്ഞാൽ. വബുസ്സത്തിൽ ജിബാലു ബസ്സാ, ഭൂമി കുലുങ്ങുമ്പോൾ കാണാൻ കഴിയുന്ന വലിയ ഒരു സംഭവമാണ് പർവ്വതങ്ങൾ തരിപ്പണമാകുന്നത്. പർവ്വതങ്ങളെ പൊടിപൊടിയാക്കപ്പെട്ടാൽ ഫകാനത്ത് ഹബാഅൻ മുംബസ്സാ, വലിയ പടുകൂറ്റൻ പർവ്വതങ്ങൾ മുഴുവനും കാറ്റിൽ വിതറപ്പെട്ട ധൂളികളായി മാറിയാൽ. ധൂളി എന്ന് പറയുന്നത് പാറിപ്പറക്കുമ്പോൾ ഒരു സംഭവമാണെന്ന് തോന്നും. കൈകൊണ്ട് പിടിച്ചാൽ ഒന്നും ഉണ്ടാകൂല. ഊതിയാൽ പാറുന്ന പൊടികളെ പോലെ ഈ പർവ്വതങ്ങളെ മുഴുവനും അല്ലാഹു തആല ഒന്നും ഇല്ലാത്ത വസ്തുക്കളാക്കി മാറ്റിയാൽ പിന്നെ ഇവിടെ കാണാൻ പോകുന്നത് പരലോകം സംഭവിച്ചു. ഇനിയൊരു പുനർജീവിതത്തിന്റെ അവസ്ഥയാണ്. പുനർജീവിതം നടന്നു കഴിഞ്ഞാലോ വകുംതും അസ്വാജൻ സലാസാ, അന്ന് മനുഷ്യന്മാരെ നിങ്ങൾ 3 തരം ആളുകളായിരിക്കും. ലോകത്തുള്ള മൊത്തം മനുഷ്യരും 3 വിഭാഗം ജനങ്ങളായി മാറും. അതിലേറ്റവും നല്ല ഭാഗ്യവാന്മാരെ കുറിച്ച് അല്ലാഹു പറയുന്നുണ്ട്.
ഫഅസ്ഹാബുൽ മൈമനതി മാ അസ്ഹാബുൽ മൈമന. ഫഅസ്ഹാബുൽ മൈമനതി, അന്ന് മഹാഭാഗ്യം ഉള്ള ആളുകൾ, അന്ന് അനുഗ്രഹീതരായ ആളുകൾ. മാ അസ്ഹാബുൽ മൈമന, ആ അനുഗ്രഹം ചൊരിഞ്ഞ ആളുകളുടെ ഭാഗ്യം എത്ര വലുതാണ്. ഒരു വിഭാഗം ആളുകൾ വല്ലാതെ അനുഗ്രഹം ലഭിക്കുന്നവർ. വസ്വഹാബുൽ മശ്അമതി, മറ്റൊരു വിഭാഗം ആളുകൾ അതേ ദുരന്തം ലഭിക്കുന്ന ആളുകളാണ്, ദുരിതം പേറുന്നവരാണ്. മാ അസ്ഹാബുൽ മശ്അമ, ദുരിതം പേറുന്നവർക്ക് വന്ന ഭയാനകത എത്ര വലുതാണ്. ഒരു വിഭാഗം ആളുകൾ അനുഗ്രഹീതരാണ്, മറ്റൊരു വിഭാഗം ആളുകൾ ദുരന്ത ഭൂമിയിൽ നിൽക്കുന്നത് പോലെയാണ്. മറ്റൊരു മൂന്നാമത്തെ കക്ഷി വസ്സാബിഖൂൻ, അസ്സാബിഖൂൻ, ഇവിടെ നന്മയിൽ മുന്നോട്ട് കുതിച്ചവർ, അവിടെയും എല്ലാവരുടെയും മുന്നിൽ നിൽക്കുന്നവരാണ്. അവരാണ് ഹൈ ലെവലിലുള്ള ആളുകൾ. ഇങ്ങനെ മൂന്ന് വിഭാഗം ജനങ്ങളായി ജനങ്ങളെ അല്ലാഹു തആല മാറ്റിവെക്കും, അല്ലാഹു തആല മാറ്റിമറിക്കും. അതിൽ ഏറ്റവും വലിയ ഭാഗ്യവാന്മാർ, മൂന്നാമത് പറഞ്ഞ ഏറ്റവും കൂടുതൽ നന്മയിൽ മുന്നോട്ട് നിന്നവരാണ്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇദാ വഖഅത്തിൽ വാഖിഅ, ഖിയാമത്ത് നാളിന്റെ ഒരു പേരാണ് വാഖിഅ എന്ന് പറയുന്നത്. ഖിയാമത്ത് നാളിന് അനേകം പേരുകളുണ്ട്. ഖുർആനിൽ തന്നെ അൽ ഖാരിഅത്തു മൽ ഖാരിഅ, ഖാരിഅ എന്നത് ഖിയാമത്ത് നാളിന്റെ ഒരു പേരാണ്. അതുപോലെ തന്നെ ത്വാമ്മ മറ്റൊരു പേരാണ്, സ്വാഖ മറ്റൊരു പേരാണ്. ഈ പേരുകളൊക്കെ വെച്ചത് അന്നത്തെ സംഭവ ബഹുലമായ അവസ്ഥകളെ സൂചിപ്പിക്കാനാണ്. വാഖിഅ എന്ന് പറഞ്ഞാൽ നടക്കുന്നത് എന്നാണ്, സംഭവിക്കുന്നത്. എന്തേ പേര് വെക്കാൻ കാരണം? അത് നടക്കും എന്നത് ഉറപ്പാണ്. സംഭവിക്കാൻ പോകുന്നത് എന്ന് അല്ലാഹു തആല പേര് വെച്ചത് ഖിയാമത്ത് നാളിന് നടക്കും എന്നത് ഉറപ്പാണ്, ഉണ്ടാകും എന്നതും ഉറപ്പാണ്. ആർക്കും സംശയം വേണ്ട. ഖിയാമത്ത് നാൾ നടന്നു കഴിഞ്ഞാൽ ലൈസ ലിവഖഅതിഹാ കാദിബ, ആ സംഭവത്തെ നിഷേധിക്കുന്ന ഒരൊറ്റ കുട്ടിയും അത് ശരിയല്ലെന്ന് പറയുന്ന പ്രതിരോധിക്കുന്ന ഒരാളും അന്ന് കാണാൻ കഴിയില്ല. അഥവാ ഖിയാമത്ത് നാളിൽ ഇത് കളവാണെന്ന് പറഞ്ഞ് പ്രതികരിക്കുന്നവരോ ഇത് ഇല്ലാത്തതാണെന്ന് പറഞ്ഞ് പറയുന്നവരോ മടങ്ങുന്നവരോ ഇല്ല. ഇവിടെ നമ്മൾ പരലോകത്തെ കുറിച്ച് പറഞ്ഞാൽ ചിലരൊരു പക്ഷേ പറഞ്ഞേക്കും അതൊക്കെ ഒരു കഥകൾ മാത്രമാണ്. നമ്മൾ ഇവിടെ കാണാത്തതല്ലേ ഖബറിന്റെ ശിക്ഷ. അതിനെക്കുറിച്ച് പറഞ്ഞാൽ പോലും ചിലപ്പോൾ ആളുകൾ എതിർത്തേക്കും. അതൊക്കെ ഒരു ഖൗഫിന് വേണ്ടി അവർ പറയുകയാണ്, അങ്ങനൊന്നുമില്ല എന്ന് പറഞ്ഞേക്കും. അങ്ങനെ പറയുന്നവരുണ്ട്. അതൊക്കെ ആളുകൾ ഒരു ഓലെങ്ങനെ ഒന്ന് ഇങ്ങനെ ഈ ഭയപ്പാടോടെ നിർത്താൻ വേണ്ടിയിട്ട് പറയുന്ന ഓരോ പൊടിക്കൈകളാണ്. ഞാൻ മുമ്പ് ഒരു സ്ഥലത്ത് നിന്നപ്പോ അവിടെ ഒരു കൂട്ടരുണ്ട്, ഒരു നിസ്കരിക്കൊന്നുമില്ല. പക്ഷെ ഓലെ കൂടെ കൂടുന്ന ആളുകൾക്കൊക്കെ വലിയ സന്തോഷമായിട്ട് പറഞ്ഞെന്താന്ന് പറയുക, നിങ്ങള് ഖബറിൽ നല്ല സുഖാണ്. അവരെ കൂടെ ആരെങ്കിലും കൂടിയാൽ അവർക്ക് ഖബറിൽ നല്ല സുഖാണ്. നിസ്കരിക്കൂല, ഒരു വക്ത് പോലും നിസ്കരിക്കൂല. ഞാൻ അങ്ങനെ ആലോചിച്ച് പഠിച്ചോനെ, എന്തൊരു സുഖാണ് ഇപ്പൊ അവര് പറയുന്നത്. നിസ്കാരമില്ല, വേറൊന്നുമില്ല, പക്ഷെ ഖബറ് നല്ല സുഖാണ്. അവിടെ കടക്കാനൊക്കെ ഇവരെ കൂടെ അങ്ങോട്ട് കൂടിയാൽ ഭയങ്കര സുഖാണ്. അപ്പൊ അവരുടെ കൂട്ടത്തിൽ നിന്ന് ആളുകൾ സംശയം ചോദിച്ചു, അല്ല അവിടെ വലിയ ശിക്ഷ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അതൊക്കെ പൊതുവെ ആളുകളുടെ കൽബിൽ കൂടുതലൊരു ഭയം വരാൻ വേണ്ടിയിട്ട് പറയുന്നൊരു പറച്ചിലാണ്. ഒരിക്കലും അല്ല. ഖബറിൽ ശിക്ഷയുണ്ട് എന്ന് പറയുന്നത് അള്ളാഹുവാണ് പറഞ്ഞത്, നമ്മളാരും പറഞ്ഞതല്ല, എഴുതി ഉണ്ടാക്കിയതല്ല. ഖബർ ശിക്ഷയെ പറ്റി അള്ളാഹു എവിടെ ഖുർആനിൽ പറഞ്ഞത്? കാലങ്ങളോളം കൽസം നദിയിലും അതുപോലെ പരിസരത്തുള്ള നൈൽ നദിയിലും കിടന്ന ഒരു ശരീരമാണ് ഫിർഔന്റെ ശരീരം. ഇന്നും നിങ്ങൾ പോയി നോക്ക്, ഈജിപ്തിലെ മ്യൂസിയത്തിൽ കാണാം. ആ മ്യൂസിയത്തിലെ പ്രത്യേക ഹാളിൽ പോകണം. അവിടെ 10 രൂപ ഏറെ കൊടുക്കണം ഫിർഔനെ കാണാൻ. റോയൽ മമ്മി ഹാൾ എന്നാണ് ആ ഹാളിന്റെ പേര്. അവിടെ പോയി നിങ്ങൾ നോക്കിയാൽ അവന്റെ ശരീരം കാണാം. മറ്റു ഒരുപാട് ഫറോവമാരെ ശരീരങ്ങളുണ്ട്. അതിനെല്ലാം 2-3 ദിവസം കൂടുമ്പോ കെട്ടിവെച്ച കെട്ടയിച്ചിട്ട് തേച്ച മരുന്ന് പുതുക്കി തേച്ചിട്ട് രണ്ടാമത് വീണ്ടും കെട്ടുകയാണ്. ഖുർആനി പറയുന്ന ഫറോവയില്ലേ,
ആ ഫിർഔന് അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹിസ്സലാമിനോട് ശത്രുത കാണിച്ച് ലക്ഷക്കണക്കിന് കുരുന്നുകളെ നിർദാക്ഷിണ്യം കൊന്നുകളഞ്ഞ ഫിർഔൻ, അവനെ അല്ലാഹു തആല മുക്കിക്കളഞ്ഞല്ലോ. അപ്പറയുന്ന ഫിർഔനിന്റെ ശരീരത്തിൽ ഒരു മരുന്നും തേക്കുന്നില്ല. അവന്റെ നഖം പോലും നമുക്ക് കാണാം. പല്ല് കാണുന്നുണ്ട്, നരച്ച മുടി കാണുന്നുണ്ട്, ചെറിയ പല്ലാണ് അവന്റെ പല്ല്. ശരീരത്തിന്റെ മാംസപേശികളൊക്കെ കാണുന്നുണ്ട്, വളഞ്ഞു പുളഞ്ഞു നിൽക്കുന്ന എല്ലും കാണുന്നുണ്ട്. എത്ര വർഷമായി അല്ലാഹു തആല അവന്റെ ശരീരത്തെ ദൃഷ്ടാന്തമാക്കി വെച്ചിരിക്കുകയാണ്. പിൽക്കാലത്ത് ഇനിയും നരഭോജികൾ വരും. ഇപ്പോഴും ഉണ്ട് ലോകത്ത് നരഭോജികൾ. ചിലരെ കൊന്നു തിന്നണമെന്ന് ആശിക്കുന്ന എത്ര പേരുണ്ട്? എത്ര പേരുണ്ട് മനുഷ്യന്മാരെ കൊന്നിട്ട് അവരെ ചോര തുപ്പിയിട്ട് ഭരണം നടത്തണമെന്ന് ആഗ്രഹിക്കുന്നവർ? സിറിയയിലെ ഭരണാധികാരിയെ കണ്ടില്ലേ, ബഷാറുൽ അസദ് എന്ന് പറയുന്നവനെ? എത്ര ലക്ഷക്കണക്കിന് ആളുകളാണ് വഴിയാധാരമായി പോയത്. ഒരു ചെറിയ യുദ്ധം നടക്കുമ്പോഴേക്ക് എത്ര കുരുന്നുകളാണ് അനാഥരായി മാറുന്നത്. അവരെ ശരീരത്തിന് ബോംബ് പരിക്ക് പറ്റിയിട്ട് ആ പരിക്ക് പറ്റി ഒലിക്കുന്ന രക്തം കുടിച്ചിട്ട് ദാഹം വറ്റിക്കുന്നവർ എത്ര പേരുണ്ട്? ഒന്നും കിട്ടാത്തത് കൊണ്ട് മൂത്രം കുടിക്കുന്ന ചെറിയ മക്കൾ എത്ര പേരുണ്ട്? ഈ രൂപത്തിൽ ആളുകളെ കൊല്ലാകൊല നടത്തിയിട്ട് ഭരണത്തിന്റെ മുഴുവൻ പ്രദേശങ്ങളിലും ചോര കൊണ്ട് ചെഞ്ചായമണിയിച്ച് ഭരിക്കുന്ന നരഭോജികൾക്കൊരു ദൃഷ്ടാന്തമായി അല്ലാഹു വെച്ചതാണ്. ഫല്യൗമ നുനജ്ജീക ബിബദനിക ലിതകൂന ലിമൻ ഖൽഫക ആയാ. ഫിർഔനോട് അല്ലാഹു പറഞ്ഞു, ഫിർഔനേ, ഇന്ന് നിന്നെ നാം സുരക്ഷിതനാക്കി വെക്കും. എന്തിന്? നിന്റെ കറാമത്ത് കൊണ്ടല്ല, നിനക്കുള്ള ബഹുമാനം കൊണ്ടല്ല. ലിതകൂന ലിമൻ ഖൽഫക ആയാ. നിന്റെ പിറകിൽ ഇതുപോലെ ഒരുപാട് സ്വേച്ഛാധിപതികൾ വരാനുണ്ട്. അവർക്ക് നീയൊരു പാഠമാകണം. 4.5 മുഴം മാത്രമുള്ള നീയല്ലേ ഈ മിസ്ർ മുഴുവനും വിറപ്പിച്ചിരുന്നത്, വിശ്വാസികളെ ക്രൂശിച്ചിരുന്നത്, കയ്യും കാലും വിപരീതാവസ്ഥയിൽ ഛേദിച്ചു കളഞ്ഞത്, പലരെയും തീയിലേക്ക് ഉൾത്തള്ളിവിട്ടത്. മൂസാ പ്രവാചകന്റെ ജന്മത്തിന്റെ കാരണം കൊണ്ട് ജനിച്ച മക്കളെ 20,000-ഉം അതേ അന്ന് ജനിച്ചവരെ ജനിക്കാനിരിക്കുന്നവരെ കാത്തുകഴിഞ്ഞ് ഏകദേശം ഒരു 80,000-ഉം കുട്ടികളെ കൊന്നുകളഞ്ഞവനല്ലേ ഫിർഔൻ. പക്ഷെ അള്ളാഹുവിന്റെ തീരുമാനം തട്ടാൻ കഴിയില്ലല്ലോ. മൂസാ നബി അലൈഹിസ്സലാം ജനിക്കരുത് എന്നല്ലേ ഫിർഔനിന്റെ നിശ്ചയം. അതിനല്ലേ ഈ കൊല നടത്തുന്നത്. അള്ളാഹു തീരുമാനിച്ചു മൂസാ നബി അലൈഹിസ്സലാം ജനിക്കണം, അതേ കൊട്ടാരത്തിൽ വളരണം, ആ കൊട്ടാരത്തിൽ സുഖത്തോടെ ജീവിക്കണം. പിന്നെ 10 കൊല്ലം കഴിഞ്ഞ കൊട്ടാര മുറ്റത്ത് വരണം, കൊട്ടാരത്തിന്റെ ഉള്ളിൽ ദീനീ പ്രബോധനം നടത്തണം. 30 കൊല്ലം അവിടെ താമസിച്ചിട്ട് 10 കൊല്ലം ശുഐബ് നബി അലൈഹി സ്വലാമിന്റെ അടുക്കൽ താമസിച്ച് മൂസാ നബി തിരിച്ചു വന്നപ്പോ ഫിർഔൻ എന്താ ചോദിച്ചെന്നറിയോ? അലം നുറബ്ബിക ഫീനാ വലീദൻ വലബിസ്ത ഫീനാ മിൻ ഉംരിക സിനീൻ. കുട്ടിക്കാലത്ത് നമ്മളെടുത്ത് വന്നിട്ടല്ലേ വളർന്നു വലുതായത്, ഇപ്പൊ വല്ല നബിയാന്നും പറഞ്ഞു വരിക? ഫിർഔൻ ചോദിച്ച ചോദ്യം അതൊന്നും നടക്കൂല. ആദ്യം തന്നെ ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാമിനെ അവൻ പരിഹസിച്ചു. പിന്നെ മൂസാ നബി അലൈഹി സ്വലാമിന്റെ കൂടെ കൂടുന്നവരെ ആക്രമിക്കാനും മർദ്ദിക്കാനും കൊല്ലാകൊല നടത്താനും തുടങ്ങി. അള്ളാഹു അവന്റെ ശരീരത്തെ വെച്ചിരിക്കുന്ന ആ ഹാളിനെ പറ്റിയും അവന്റെ ശരീരത്തെ പറ്റിയും അവന്റെ കുടുംബക്കാരെ പറ്റിയും പറയുന്നത് എന്താണ്? അന്നാറു യുറദൂന അലൈഹാ ഉദുവൻ വഅശിയ്യാ. രാവിലെയും വൈകുന്നേരവും എന്ന ഖുർആനിന്റെ ഭാഷ 24 മണിക്കൂറും എന്ന അർത്ഥത്തിലാണ്. 24 മണിക്കൂർ നരകശിക്ഷ അവന് നൽകുന്നുണ്ട്, ദുനിയാവിൽ വെച്ച് നൽകുന്നുണ്ട്. നമ്മുടെ നഗ്നനേത്രങ്ങളെ അള്ളാഹു മറച്ചു വെച്ചിരിക്കുകയാണ്. നമ്മുടെ നഗ്നനേത്രങ്ങൾക്ക് എത്ര യാഥാർത്ഥ്യം കാണാത്തതുണ്ട്. ഒരു തുള്ളി രക്തത്തിലല്ലേ 2 ലക്ഷം 3 ലക്ഷം അണുക്കൾ കുറവാണ് എന്ന് ഉപകരണം വെച്ച് പറയുന്നത്. നമ്മൾ നോക്കിയിട്ട് എന്ത് ലക്ഷമാ നമ്മൾ കാണുന്നത്? നമ്മുടെ കണ്ണിന് പരിധിയും പരിമിതിയും ഉണ്ട്. നമ്മുടെ നഗ്നനേത്രങ്ങളെ കൊണ്ടവരെ ശിക്ഷിക്കുന്നത് കാണുന്നില്ല. അള്ളാഹു നമുക്ക് ജീവിക്കാനുള്ള സൗകര്യം തന്നത് കൊണ്ടാണ്. അവൻ അല്ല 24 മണിക്കൂറും നരകശിക്ഷ കൊടുക്കുന്നുണ്ട്. വയൗമ തഖൂമുസ്സാഅതു അദ്ഖിലൂ ആല ഫിർഔൻ. ഖിയാമത്ത് നാളിൽ അല്ലാഹു പറയും,
ഫിർഔൻ കുടുംബമേ കടന്നുകൊള്ളുക അശദ്ദൽ അദാബ്, ഇതിനേക്കാൾ ഇന്ന് അനുഭവിച്ചതിനേക്കാളും കടുപ്പമേറിയ ശിക്ഷേതാ നരകം, അതിലേക്ക് അങ്ങ് കടന്നോളൂ എന്ന് അല്ലാഹു പറയും. അപ്പൊ ദുനിയാവിൽ 24 മണിക്കൂറും ശിക്ഷ ലഭിക്കുന്നുണ്ട്. പോയി നോക്കുമ്പോ ആൾക്കാർ പറയും ആ ഹാളിൽ, ആ മ്യൂസിയത്തില് ആകെ ഒരു AC റൂമുള്ളത് ഈ ഫിറൗന് കിടക്കുന്ന റൂമാ. അപ്പൊ കൂടെ ഞങ്ങളെ സിയാറത്തിന് പോയപ്പോ ഒരാൾ ചോദിച്ചു, അല്ല ഉസ്താദേ, നമ്മൾ മറ്റേ റൂമിലൊക്കെ ഒരുപാട് അത്ഭുതങ്ങളൊക്കെ കണ്ടു, കടലിലെ അത്ഭുത ജീവികളുടെ എല്ലുകള്, അതുപോലെ തന്നെ വ്യത്യസ്ത രീതിയിലുള്ള പവിഴപ്പുറ്റുകള്, ചിപ്പികള്, മുത്ത്, ഇതൊക്കെ കണ്ടു. ഒരുപാട് അത്ഭുതങ്ങൾ ആ മ്യൂസിയത്തിന്റെ ഉള്ളിലുണ്ട്. കാണാൻ പറ്റിയത് തന്നെ കാണാൻ ധാരാളം, പഠിക്കാൻ ഒരുപാടുണ്ട്. പ്രത്യേകം ടിക്കറ്റ് വന്ന ഈ റൂമിൽ മാത്രമാണല്ലോ AC ഉള്ളത്. അപ്പൊ ഫിറൗന് നല്ല AC-ലാ, അവൻ AC-ലല്ല. കൊല്ലങ്ങളോളം വർഷങ്ങളോളം ഖൽസം നദിയിൽ മിന്നിമാറി മറിഞ്ഞിട്ട് എന്തേ ഒരു മത്സ്യം പോലും അവനെ വേട്ടയാടാതിരുന്നത്? അള്ളാഹുവിന്റെ കലാം വളരെ വലിയ യാഥാർത്ഥ്യമാണെന്ന് മാലോകരെ ബോധ്യപ്പെടുത്താനാണ്. സുരക്ഷിതമാക്കി വെക്കുമെന്ന് അള്ളാഹു പറഞ്ഞില്ലേ? ഒരു നഖം പോലും ഒരു മത്സ്യവും കടിച്ചെടുത്തിട്ടില്ലല്ലോ, മുടി പോലും പറിച്ചെടുത്തിട്ടില്ലല്ലോ. അവന്റെ ആ ശരീരത്തൊക്കെ ഇഞ്ചിഞ്ചായി മുറിച്ച് ഒരു ദിവസത്തെ ഭക്ഷണമാക്കാൻ പറ്റുന്ന എത്ര ജീവികൾ കടലിലുണ്ട്. അല്ലാഹു തആല അവന്റെ ഖുദ്റത്ത് ബോധ്യപ്പെടുത്തി തരികയാണ്. റബ്ബ് തആല മുകളിൽ AC കൊടുത്തത് കൊണ്ട് അവന് ശിക്ഷയില്ലെന്ന് പറയാൻ പറ്റൂല. വെള്ളത്തിൽ കടന്ന കാലത്തും അവനുള്ള ശിക്ഷ കൊടുത്തിട്ടുണ്ട്. വെള്ളത്തിലല്ലേ ഇത്രയും കാലം അവൻ കടന്നത്? എത്ര നൂറ്റാണ്ട് വെള്ളത്തിൽ കടന്നു? അവന്റെ ശരീരം പഴകിപ്പോയോ? അവന്റെ ശരീരം ഛിന്ന ഭിന്നമായി പോയോ? ഇല്ല, അവിടെയും അല്ലാഹു ശിക്ഷിച്ചിട്ടുണ്ട്. അപ്പൊ പരലോകം എന്ന് പറയുന്നത് മഹാസംഭവമാണ്, നടക്കും എന്ന് തീർച്ചപ്പെട്ടൊരു കാര്യമായതുകൊണ്ടാണ് അതിന് അല്ലാഹു വാഖിഅ എന്ന് പറഞ്ഞത്. ഇദാ വഖഅത്തിൽ വാഖിഅ, മഹാസംഭവം, നടക്കാൻ പോകുന്ന യാഥാർത്ഥ്യം അത് സംഭവിച്ചു കഴിഞ്ഞാൽ അന്ന് കാണുന്ന വലിയ ഒരു വിഷയം, ലൈസ ലിവഖഅതിഹാ കാദിബ, ആ സംഭവത്തെ കഥകളായി ചിത്രീകരിച്ച് തള്ളുന്ന ഒരൊറ്റ കുട്ടിയെയും അന്ന് കാണാൻ കഴിയൂല. ഖത്താദ റളിയല്ലാഹു അൻഹുവിന്റെ തഫ്സീറിൽ ഇങ്ങനെ കാണാം, ലൈസ ഫീഹാ മസ്നവിയ്യത്തുൻ വലർതിദാദുൻ വലാ റജഅ, സംഭവിക്കേണ്ടത് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു പോകാൻ കഴിയൂല. ലൈസ ലിവഖഅതിഹാ കാദിബ, ആ സംഭവത്തെ നിരർത്ഥകമാക്കി തള്ളിയിട്ട് അല്ലാഹുവേ ദുനിയാവിലേക്ക് ഒന്നുകൂടി മടങ്ങിപ്പോകണമെന്ന് ചിന്തിക്കും. അതിന് ഇനി സാധിക്കൂല. ചില സംഭവങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ ആളുകൾ നന്നാകും, ഇനി നന്നാകാൻ ചാൻസ് ഇല്ല എന്നർത്ഥം. ലൈസ ലിവഖഅതിഹാ കാദിബ എന്നുള്ളതിന്റെ വലിയൊരു ആശയമാണത്. ആ സംഭവത്തെ വകഞ്ഞു മാറ്റിയിട്ട് ഇനി നന്നാകാനുള്ളൊരു ചാൻസും അവിടെ വരൂല. മടങ്ങിയിട്ട് മനുഷ്യന് നന്നാകാൻ ഒരു പഴുതുമില്ല. ഖിയാമത്ത് നാള് നടന്നല്ലോ, ഇനി ബാക്കിയുള്ളത് അനുഭവിക്കുക തന്നെ. ഖാഫിളത്തുർ റാഫിഅ, ഖിയാമത്ത് നാള് നടക്കുമ്പോ ഈ മഹാസംഭവം നടക്കുന്നതിനെ പറ്റി വാഖിയത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ടാമത്തെ ഊത്തിന്റെ സമയമാണ്. രണ്ടാമത്തെ ഊത്ത് നടക്കുന്നതിന്റെ മുമ്പ് ഇസ്രാഫീൽ അലൈഹിസ്സലാം ഒന്നാമത്തെ ഊത്ത് നടക്കുന്നതാണ്. ഇനി ലാസ്റ്റ് പറയുന്നത് ഇദാ റുജ്ജത്തിൽ അർളു റജ്ജാ, ഭൂമി പ്രകമ്പനം കൊള്ളിക്കപ്പെട്ടാൽ അതെപ്പോഴാണ്? ഒന്നാമത്തെ ഊത്തിന് ശേഷം രണ്ട് ഊത്തിന്റെ ഇടയിൽ, സൂറിൽ ഊതുന്ന രണ്ട് ഊത്തിന്റെ ഇടയിൽ അർബഊന കാമില, പരിപൂർണമായ 40 കൊല്ലമുണ്ട്. ഒന്നാം ഊത്ത് കഴിഞ്ഞ് രണ്ടാം ഊത്ത് നടക്കുന്നതിന്റെ ഇടക്ക് 40 കൊല്ലമുണ്ട്. അപ്പൊ അതിന്റെ ഇടക്ക് ഒരുപാട് മഹാസംഭവങ്ങൾ ഇവിടെ അരങ്ങേറാനുണ്ട്. അന്നത്തെ ആ സംഭവത്തെ പറ്റിയുള്ള സൂചനയാണ് അല്ലാഹു തആല പിന്നീട് പറഞ്ഞത്. ഖിയാമത്ത് നാള് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അന്ന് കാണാൻ പറ്റുന്ന അവസ്ഥ എന്താണ്? നിഷേധിക്കുന്ന ഒരൊറ്റ കുട്ടി ഉണ്ടാകൂല. ഖാഫിളത്തുർ റാഫിഅ, ഇത് പിന്നീട് വിശദീകരിക്കുന്നുണ്ട്. ഖാഫിളത്തുർ റാഫിഅ, അന്ന് ഒരു വിഭാഗം ആളുകൾ ആ ഖിയാമത്ത് നാള് അള്ളാഹുവിന്റെ എതിരാളികളെ തകർത്ത് കളഞ്ഞു, താഴ്ത്തിക്കളഞ്ഞു, എല്ലാവിധ അധപ്പതനവും അവരെ നൽകി. അതേ സമയത്ത് റാഫിഅത്തുൻ, അള്ളാഹുവിന്റെ മിത്രങ്ങളെ
ഉയർത്തിക്കളഞ്ഞു. എവിടേക്കാണ് താഴ്ത്തിയത്? ഇലന്നാരി, നരകത്തിലേക്ക്. ശത്രുക്കളെ ഖിയാമത്ത് നാള് അധപ്പതിപ്പിച്ചത് നരകത്തിലേക്കാണ്. മിത്രങ്ങളെ ഉയർത്തിയതോ ഇലൽ ജന്നത്തി, സ്വർഗത്തിലേക്കാണ്. ദുനിയാവിലെ ഏറ്റവും മഹാധിക്കാരികളുടെ ഏറ്റവും വലിയ അധപ്പതനത്തിന്റെ ദിവസമാണ്. ഇവിടെ ജീവിച്ചിരുന്ന വിനയാന്വിതരായ വിശ്വാസികളില്ലേ, അവർക്ക് ഏറ്റവും കൂടുതൽ ഉയർച്ച കിട്ടുന്ന ദിവസമാണ്. ആ അർത്ഥത്തിലാണ് ഖാഫിദത്തുർ റാഫിഅ എന്ന വാക്ക് വിശദീകരിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ ഊത്ത് നടക്കുന്നതിനെ പറ്റിയാണ് അല്ലാഹു പറഞ്ഞത്. ഇദാ റുജ്ജത്തിൽ അർളു റജ്ജാ വബുസ്സത്തിൽ ജിബാലു ബസ്സാ ഫകാനത് ഹബാഅം മുൻബത്താ. ഭൂമി കിടുകിടാ വിറപ്പിക്കപ്പെട്ടാൽ ഒന്നാമത്തെ ഊത്തൂതുമ്പോ ഭൂമിക്ക് നല്ല വിറയൽ സംഭവിക്കും. ഭൂമി വിറയുക എന്ന് മാത്രമല്ല, മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞു, ഒന്നാമത്തെ ഊത്തിന്റെ ശരിയായ ചിത്രം അറിയണമെങ്കിൽ, ഒന്നാമത്തെ ഊത്ത് നടക്കുമ്പോൾ അനുഭവിക്കുന്ന ശരിയായ ചിത്രം അറിയണമെങ്കിൽ സൂറത്തു തക്വീറിന്റെ ഇദശംസു കുവ്വിറത്തിന്റെ ആദ്യ ഭാഗം മോദിയാൽ മതി. എന്താണ് ആദ്യ ഭാഗം എന്നറിയോ? ഖിയാമത്ത് നാള് നടക്കുന്നതിന്റെ മുമ്പുള്ള 6 അടയാളങ്ങൾ അവിടെ പറയുന്നുണ്ട്. ഒന്നാമതായി ഇദശംസു കുവ്വിറത്ത്, സൂര്യഗോളം ചുരുട്ടപ്പെട്ടാൽ. ശാസ്ത്രലോകം ഇന്ന് പറയുന്നത് സൂര്യൻ കത്തിത്തീരുന്നുണ്ട് എന്നാ. അതിന്റെ മറ്റൊരു ഭാഷയാണ് തക്വീർ എന്ന് പറഞ്ഞാൽ ചുരുട്ടാന്നാണ്. എന്നിട്ട് നിങ്ങൾ ചുരുട്ടി കെട്ടി, തലക്കെട്ട് ചുരുട്ടി കെട്ടിയപ്പോ ഉള്ളിലുള്ളൊന്നും കാണുന്നില്ലല്ലോ. ഇതേപോലെ പർവ്വതീകരിച്ച് നിൽക്കുന്ന സൂര്യഗോളത്തെ അങ്ങോട്ട് ചുരുട്ടിയാൽ ഇവിടെ നിഷ്പ്രഭമായി, വെളിച്ചം ഇല്ല. സൗരോർജത്തിന്റെ സഹായം കൊണ്ട് പരിലസിക്കുന്ന വൈദ്യുതികൾക്കൊക്കെ ദീർഘായുസ്സൊക്കെ കുറഞ്ഞ് നോക്കുകുത്തികളായി നിൽക്കും. ഇപ്പൊ ഏറ്റവും കൂടുതൽ ലോകതലത്തിൽ തന്നെ വൈദ്യുതി പ്രവാഹം നടക്കുന്നത് സൗരോർജം കൊണ്ടാണ്. പകല് വെളിച്ചം സ്വീകരിച്ചിട്ടാണ് വലിയ ലൈറ്റൊക്കെ രാത്രി കത്തിക്കൊണ്ടിരിക്കുന്നത്. ആ പകലിൽ തന്നെ സൂര്യപ്രകാശം നന്നായി കിട്ടിയിട്ടില്ല. ഒരു മൂടലായിരുന്നു, മഴക്ക് സാധ്യത എന്നൊക്കെ പറഞ്ഞെങ്കിലും ആ കിട്ടിയ പ്രകാശം മതി രാത്രി അത് കത്താൻ. അപ്പൊ എത്രയാണ് സൂര്യപ്രകാശത്തിന്റെ അതിന്റെ കടുപ്പവും അതിന്റെ വേഗതയും എത്രയാണ്? ആ സൂര്യഗോളം മൊത്തം ചുരുട്ടും. ഒന്നാമത്തെ ഊത്തൂതിക്കഴിഞ്ഞാൽ സൂര്യഗോളം ചുരുട്ടപ്പെടും. പിന്നെയോ ഇദശംസു കുവ്വിറത് വഇദൻ നുജൂമു കദറത്, നക്ഷത്രങ്ങൾ അതിന്റെ പ്രകാശം അണഞ്ഞ ശേഷം തായോട്ട് ഉതിർന്നു വീണാൽ, നക്ഷത്രങ്ങൾ തായോട്ട് വീണാൽ നക്ഷത്രം ശരിയായ രൂപത്തിലല്ല, ശരിയായ രൂപത്തിലെങ്ങാനും ഒരു നക്ഷത്രം വീണാൽ തന്നെ ഇവിടെ ആകെ പൊട്ടിത്താറുമാറാകും. നക്ഷത്രം അതിന്റെ പ്രകാശം അണഞ്ഞ ശേഷം തായോട്ട് വീണാൽ തന്നെ 8 മീറ്ററിലധികം ഗർത്തം സംഭവിക്കുമെന്നാണ് ഭൂമിയിൽ. അതിന്റെ പ്രകാശം അണഞ്ഞ ശേഷം തായോട്ട് വീണാൽ സംഭവിക്കുന്ന ഗൗരവം. സഹോദരങ്ങളെ, ഇന്ത്യ അണുബോംബ് പരീക്ഷിച്ചല്ലോ പൊക്രാനിൽ. പൊക്രാൻ മരുഭൂമിയിൽ അണുബോംബ് പരീക്ഷിച്ചിട്ട് ഇന്നും അതിന്റെ പരിസരത്ത് 200 കിലോമീറ്റർ ചുറ്റളവിൽ കൃഷി ചെയ്യാൻ കഴിയൂല, താമസിക്കാൻ പറ്റൂല, അവിടെ ഒരു കുടിലുണ്ടാക്കാൻ പറ്റൂല, കച്ചവടമായിട്ടൊരു കെട്ടിടം പോലും നിർമ്മിക്കാൻ പറ്റൂല. എന്തേ കാരണം? അന്ന് പൊട്ടിച്ച ബോംബിന്റെ വിഷലിപ്തമായ അംശങ്ങൾ ഇന്നും ആ മണ്ണിലും അന്തരീക്ഷത്തിലും തള്ളി നിൽക്കുന്നുണ്ട്. ആ കാരണം കൊണ്ട് അത് ഒരു പൊക്രാനും പരിസരത്തുള്ള ഭൂമിയിലാണെങ്കിൽ മേൽഭാഗത്തുനിന്ന് നക്ഷത്രം മുതിർന്നു വീണാൽ ഭൂമിക്ക് മൊത്തം സംഭവിക്കും അതിന്റെ സംഭവങ്ങൾ. അങ്ങനെയാകുമ്പോ പിന്നെന്ത് സംഭവിക്കും? ഇവിടെ നക്ഷത്രം മുതിർന്നു വീണാൽ വഇദൻ നുജൂമു കദറത് വഇദൽ ജിബാലു സുയ്യിറത്, പർവ്വതങ്ങളെ മുഴുവനും നടത്തപ്പെട്ടാൽ. അതാണ് ഇവിടെ പറഞ്ഞത്. പർവ്വതങ്ങൾ എങ്ങനെ നടത്തപ്പെടാന്നറിയോ? പർവ്വതത്തിന്റെ ആണിക്കല്ലാകുന്ന പാറകളടക്കം അല്ലാഹു തആല ഇങ്ങോട്ട് പൊക്കിയിട്ട് പർവ്വതങ്ങളില്ലാത്ത പ്രതലത്തിൽ കൊണ്ടുവന്നിട്ടൊന്ന് കൂട്ടിമുട്ടിക്കുമ്പോ ഫകാനത്ത് ഹബാഅൻ മുൻബത്താ, വിതറപ്പെട്ട ധൂളികളായി മാറും. പിടിക്കാൻ കിട്ടൂല, പൊടിപടലങ്ങളായി പോകും. വലിയ വലിയ പെടുകൂറ്റൻ പർവ്വതങ്ങളൊക്കെ അതിന്റെ ആണിക്കല്ലുകളോട് അല്ലാഹു തആല പൊക്കിയെടുക്കാൻ.
പൊക്കിയെടുത്തിട്ട് ആ ആണിക്കല്ലുകളെ മുഴുവനും കൂട്ടിമുട്ടിച്ചാൽ ഇവിടെ സംഭവിക്കുന്നത് മഹാദുരന്തത്തിന്റെ ഒരു തുടക്കം, ഒരു മഹാ അവസാനത്തിന്റെ ഒരു തുടക്കമാണ് ഇവിടെ കാണുന്നത്. അന്നിവിടെ ആളുകൾ ഉണ്ടോ? ഉണ്ട്. അത് വിശദീകരിച്ചുകൊണ്ട് ഇബ്നു കസീർ പറഞ്ഞത് കാണും. ജനങ്ങളൊക്കെ അങ്ങാടിയിൽ ഇങ്ങനെ സജീവമായി, മാർക്കറ്റിലൊക്കെ മീൻ വാങ്ങാൻ പോയവര്, അതുപോലെ തന്നെ ഇറച്ചി വാങ്ങാൻ പോയവര്, പൂള വാങ്ങാൻ പോയവരൊക്കെ ഉണ്ട്. എല്ലാവരും ഇങ്ങനെ സംഭവിച്ചു കൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് സൂര്യപ്രകാശം കെട്ടുപോയി. ഒരു 10 മണി സമയത്ത് നമ്മൾ അങ്ങാടിയിൽ എല്ലാവരും സജീവമാക്കുമ്പോ സൂര്യന്റെ പ്രകാശം കൊണ്ട് കെട്ട എങ്ങനെ ഉണ്ടാവും? എങ്ങനെ ഉണ്ടാകും പ്രതീതി? അപ്പൊ ജനങ്ങളൊക്കെ പരിഭ്രാന്തിയിൽ നിൽക്കുന്ന സമയത്താണ് അടുത്തത് കാണുന്നത്. ഇത് തനാസറത്തിന്നുജൂം, നക്ഷത്രങ്ങൾ ഇങ്ങനെ ഉതിർന്നു വീഴാണ്. നക്ഷത്രങ്ങൾ ഇങ്ങനെ ഉതിർന്നു വീഴുമ്പോ അത് കണ്ടിട്ട് ഇങ്ങനെ അന്തം വിട്ടു നിൽക്കുമ്പോ ഫബൈനമാഹും കദാലിക്, അവരങ്ങനെ നിൽക്കുമ്പോ ഇത് ഖഅത്തിൽ ജിബാലു അലാ വജ്ഹിൽ അർദ്, മനുഷ്യന്മാര് നോക്കി നിൽക്കേ പർവ്വതങ്ങളെ അതിന്റെ ആഴിയിൽ നിന്ന് പറിച്ചെടുത്ത് മുകളിലേക്ക് കൊണ്ടുപോയി അത് കൂട്ടിമുട്ടുന്ന മഹാഗൗരവത്തിന്റെ ശബ്ദം, അത് കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാകുന്ന പൊടിപടലങ്ങളുടെ വലുപ്പവും അതിന്റെ ഊക്കും അതിന്റെ വീറ്റോ പവറും ആളുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാതെ പരിഭ്രാന്തരായി നിൽക്കുകയാണ്. എന്താ സംഭവിക്കുന്നത്? ഒന്നാമത്തെ ഊത്ത് നടക്കാൻ ഇനി സമയങ്ങൾ കൂടുതലില്ല. ഒന്നാമത്തെ ഊത്ത് നടക്കലോടെല്ലാം കഴിഞ്ഞല്ലോ, ഹയാത്തുള്ളത് മൊത്തം പോയി. ആ ഒന്നാമത്തെ ഊത്തിനോട് അടുത്ത സന്ദർഭത്തിൽ അല്ലാഹു തആല നൽകുന്ന ചിത്രമാണിത്. ജനങ്ങൾ അന്ന് ഇവിടെ ഉണ്ട്, മനുഷ്യന്മാരുണ്ട്. ആ മനുഷ്യന്മാരാണിത് കാണുന്നത്. ഇത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ 6 എണ്ണം സംഭവിച്ചാൽ പിന്നെ നടക്കാൻ പോകുന്നത് ഒന്നാമത്തെ ഊത്താണ്. അതോടുകൂടെ എല്ലാ ഹയാത്തുള്ളതും മൗത്തായി പോയി, ഒക്കെ ചരമമടഞ്ഞുപോയി. പക്ഷേ അത് കണ്ടു നിൽക്കാൻ ഇവിടെ മുഅ്മിനീങ്ങൾ ഉണ്ടാകൂല. അതാണ് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, 10 അടയാളങ്ങൾ ഖിയാമത്ത് നാളിനോടനുബന്ധിച്ച് വരാനുണ്ട്. 10 എണ്ണത്തിൽ ഒന്നും വന്നിട്ടില്ല. വലിയ അടയാളങ്ങളാണ്. വരൂല എന്നല്ല, വരും. അതിൽ വലിയൊരു അടയാളമാണ് ദജ്ജാലിന്റെ വരവ്. മറ്റൊന്നാണ് ഈസാ നബി അലൈഹിസ്സലാമിന്റെ ആഗമനം. വേറൊന്നാണ് ദാബത്തുൽ അർളിന്റെ വരവ്. മറ്റൊന്നാണ് യഅജൂജ് മഅജൂജിന്റെ പുറപ്പാട്. വേറെ ഒന്നാണ് തുലൂ ശംസി മിനൽ മഗ്രിബ്, മഗ്രിബിൽ നിന്ന് സൂര്യൻ ഉദിക്കൽ. കിഴക്കിൽ നിന്ന് ഉദിക്കുന്നത് മാറിയിട്ട് പടിഞ്ഞാറിൽ നിന്ന് ഉദിക്കും. വേറെ ഒന്നാണ് ലോകമാസകലം ഉൾക്കൊള്ളുന്ന രീതിയിൽ ഒരു വൻ തീപ്പുക, ഒരു വൻ പുക വരും. മറ്റൊന്നാണ് കിഴക്ക് ഭാഗത്തും പടിഞ്ഞാറ് ഭാഗത്തും ലോകം മൊത്തം കുലുങ്ങുന്ന രൂപത്തിൽ ഒരു വലിയ ഭൂചലനമുണ്ടാകും. ഇങ്ങനെ 10 അടയാളങ്ങൾ എണ്ണി പറഞ്ഞു. ആ 10 എണ്ണവും തീർന്നു കഴിയുമ്പോ 10 എണ്ണം വരുമ്പോ ഇവിടെ മുഅ്മിനീങ്ങളുണ്ട്. ദജ്ജാല് വരുമ്പോ മുഅ്മിനീങ്ങളില്ലേ? ഉണ്ട്. ദജ്ജാല് വരുമ്പോ മുഅ്മിനീങ്ങളുണ്ട്. നബിയുല്ലാഹി ഈസാ അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാം അന്നുണ്ടല്ലോ. ഈസാ നബി അലൈഹിസ്സലാമിന്റെ കൈ കൊണ്ടാണല്ലോ ദജ്ജാലിന്റെ പതനവും അവന്റെ അവസാനവും. ഈസാ നബി അലൈഹിസ്സലാം ബാബുലുദ് എന്ന് പറയുന്ന സ്ഥലം, ഇന്നും പോയി നോക്ക്, ബാബുലുദ് കാണാം. ഫലസ്തീനിലാണ് ബാബുലുദ്. ബാബുലുദ്ദിൽ വെച്ചാണ് അവനെ കശാപ്പ് ചെയ്യുന്നത്, ദജ്ജാലിനെ. മദീനയിലേക്ക് കയറാനൊക്കെ അവന് നുഴഞ്ഞു കയറ്റം ശ്രമിക്കും. പക്ഷേ മദീനയുടെ 4 ഭാഗങ്ങളിലായി വലിയ ബറ്റാലിയൻ രൂപപ്പെട്ടിട്ടുണ്ട്. അവിടുത്തെ ഗവൺമെന്റിന്റെ ബറ്റാലിയൻ അല്ല, അള്ളാഹു അവിടെ അയച്ച പ്രത്യേകമുള്ള മാലാഖമാർ. അവര് മദീനയുടെ മുഴുവൻ ഊടുവഴികളിലും തമ്പടിച്ച് സുരക്ഷിതരായി നല്ല രക്ഷാഭടന്മാരായി അവിടെ നിൽക്കും. ഒരു ചെറിയ പഴുതുപോലുണ്ടാകൂല ഉള്ളിലേക്ക് കടക്കാൻ. ആ സമയത്ത് ദജ്ജാലിനെ കാണാൻ താല്പര്യമുള്ളവരെ മുഴുവനും മദീന പുറത്തേക്ക് തുപ്പിക്കളയും. അവരൊക്കെ ദജ്ജാലിനെ കാണാൻ അവിടുന്ന് പോരും. പക്ഷേ പിന്നങ്ങോട്ട് കടക്കാൻ അവർക്ക് കഴിയൂല. കാരണം അവർ ദജ്ജാലിനെ കാണാൻ ആഗ്രഹിച്ച് ദജ്ജാലിന്റെ കൂടെ പോകാനും അതൊക്കെ ഒന്ന് കണ്ട് രസിക്കാനൊക്കെ ഉള്ള ആൾക്കാരാണ്. അവര് പോവും. അപ്പൊ പിന്നെ എ ക്ലാസ് മുഅ്മിനീങ്ങൾ മാത്രമേ ഇവിടെ ബാക്കി ഉണ്ടാകുള്ളൂ. ബാക്കി എല്ലാത്തിനും മദീന പുറത്തേക്ക് തുപ്പിക്കളയും. അങ്ങനെ ദജ്ജാലൊക്കെ വന്ന് ഈ സംഭവങ്ങളൊക്കെ നടന്നു കഴിഞ്ഞ് മുഅ്മിനീങ്ങളൊക്കെ അവസാനം ഈ ലോകത്തുനിന്ന് പിരിയാൻ യമനിൽ നിന്നൊരു കാറ്റ് വരുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 10 അടയാളങ്ങൾക്കും ശേഷം യമനിൽ നിന്നൊരു കാറ്റ്. ആ കാറ്റ് ഈമാനുള്ളവന്റെ മൂക്കിലും ഈമാനുള്ളവന്റെ കക്ഷഭാഗത്തും എത്തിക്കഴിഞ്ഞാൽ അതാ അവന് മരണം സംഭവിച്ചു. പിന്നെ ഒരൊറ്റ മൂമിനും ഈ ഭൂമി ലോകത്ത് ബാക്കിയില്ല.
ബാക്കിയുള്ളത് പിന്നെ ആരാണ്? ഹദീസിൽ കാണാം, വയബ്ഖാ ശിറാറുന്നാസ്, ദുഷ്ടജനങ്ങൾ മാത്രം ഇവിടെ ശേഷിക്കും. ഫതഖൂമു അലൈഹിമുസ്സആ, അവരിൽ ഖിയാമത്ത് നാൾ ഉണ്ടാകും. അവരാണ് ഈ കാണാൻ പോകുന്നത്. ഏത്? പർവ്വതങ്ങളൊക്കെ കൂട്ടിമുട്ടുന്നത് കാണാനൊന്നും ഇവിടെ മുഅ്മിനീങ്ങൾ ഉണ്ടാകൂല, അല്ലാത്ത മനുഷ്യന്മാരുണ്ടാകും. ഈമാനുള്ള ഒരൊറ്റൊന്നും ഇവിടെ അള്ളാഹു ബാക്കി വെക്കൂല, അവർക്ക് അള്ളാഹു കൊണ്ടുപോയിട്ടുണ്ടാകും. അപ്പൊ എങ്ങനെ ഇബ്നു കസീർ രൂപപ്പെടുത്തി തരുന്ന എങ്ങനെ അറിയോ? അങ്ങാടിയിൽ പോയി 10 മണി സമയത്ത് സൂര്യപ്രകാശം കെട്ടുപോയി, പിന്നെ അതിങ്ങനെ ആ പരിഭ്രാന്തിയിൽ എല്ലാവരും ഇങ്ങനെ ചർച്ച ചെയ്യുമ്പോ ഏതാ നക്ഷത്രങ്ങൾ ഇങ്ങനെ കൊഴിഞ്ഞു വീഴാണ്. അത് കണ്ട് ആളുകൾ അത്ഭുതപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ പർവ്വതങ്ങൾ ഓരോ ഭാഗത്തും ഇങ്ങനെ ആ പർവ്വതം ഇങ്ങനെ പൊങ്ങിപ്പോകനെ ജനങ്ങൾ നോക്കി നിൽക്കാൻ. പർവ്വതങ്ങളൊന്നും ഇല്ലാത്ത സ്ഥലത്ത് അല്ലാഹുത്തആല രണ്ടിനെയും കൂട്ടിമുട്ടിക്കുകയാണ്, പൊടിപടലങ്ങൾ വീശുകയാണ്. ആളുകൾ എത്ര പരിഭ്രാന്തിയിൽ ഓടും, എത്ര പരിഭ്രാന്തിയിൽ ഓടും സഹോദരന്മാരെ. ഒരൊച്ച കേട്ടാൽ തന്നെ, ഒരു ബോംബിന്റെ ഒച്ച കേട്ടാൽ തന്നെ എത്ര പേടിണ്ടാവും ആളുകൾക്ക്. 2 പർവ്വതങ്ങൾ കൂട്ടിമുട്ടിയാൽ ഒച്ച എത്ര വലുതായിരിക്കും, കേൾക്കാൻ കഴിയുമോ? 2 പർവ്വതങ്ങൾ, ആ പർവ്വതങ്ങളിലുള്ള പാറകളും മറ്റൊക്കെ ഒന്ന് കൂട്ടിമുട്ടിക്കുമ്പോ എന്തൊരു വലിയ ശബ്ദം ഉണ്ടാവും. അങ്ങനെ നടക്കുമ്പോഴാണ് ഫഫസിയത്തിൽ ജിന്നു ഇലൽ ഇൻസി, മനുഷ്യന്മാര് ജിന്നുകളിലേക്കും ജിന്നുകൾ മനുഷ്യന്മാരിലേക്കും പേടിച്ച് അഭയം പ്രാപിച്ചുപോയി. കാട്ടിലെ ജീവികൾ മുഴുവനും നാട്ടിലേക്ക് വന്നുപോയി. വഇദൽ വുഹൂശു ഹുശിറത്, ഒരാൾ പൊരെ പോയി നോക്കുമ്പോ പൊരന്റെ മുറ്റത്തുണ്ട് ആന, നേരെ കയറി നോക്കുമ്പോ സിറ്റ് ഔട്ടിലുണ്ട് പുലി, അതിന്റെ അപ്പുറത്തുണ്ട് ഏറ്റവും കൂടുതൽ കടിച്ച് ഒരു തുണ്ട് ബാക്കിയില്ലാതെ പെട്ടെന്ന് തിന്നു തീർക്കുന്ന 1-ാം നമ്പർ കരടിയുണ്ട്. പക്ഷെ ഒന്നും പ്രതികരണ ശേഷിയില്ല, എല്ലാം പേടിച്ചുപോയി. എന്തേ? കാട്ടുമൃഗങ്ങളൊക്കെ നാട്ടിലേക്ക് വരാൻ കാരണം ഉതിർന്നു വീഴുന്ന നക്ഷത്രങ്ങൾ കാട്ടിലേക്കും വീഴൂലേ? കാട്ടിലേക്ക് വീഴുമ്പോ പിന്നെ ആ ജീവികൾ അവിടെ നിൽക്കുമോ? ഇവർ നാട്ടിലേക്ക് വരും. പേടിയോടെ വരുന്ന നാട്ടിൽ വരുന്ന നേരെ മുന്നിൽ കാണുന്ന ആനയെ ഒന്ന് ഉന്തിയാലും ആനൊന്നും ചെയ്യൂല. എല്ലാരും പേടിച്ചു പോയി. മനുഷ്യന്മാർ ജിന്നുകളിലേക്കും ജിന്നുകൾ മനുഷ്യന്മാരിലേക്കൊക്കെ അഭയം പ്രാപിച്ചു പോയി. വൈദൽ വുഹൂശു ഹുശിറത്, അതിനെപ്പറ്റിയാ പറഞ്ഞത്. പിന്നെ സംഭവിക്കുന്നത് വൈദൽ ഇശാറു ഉത്തിലത്, 10ഉം തികഞ്ഞു നിൽക്കുന്ന ഒട്ടകത്തെ നോക്കാൻ ആളില്ലാതെ വന്നാൽ. നിങ്ങൾ നോക്ക്, ഒരു സമയത്തും അറബികൾ ഒട്ടകത്തെ നോക്കിയിട്ടില്ലെങ്കിലും അതിന് ഗർഭാകുന്ന സമയത്ത് നോക്കും. കാരണം ഒരു കുട്ടിനെയും കിട്ടും, പാലും കിട്ടും. ബാക്കിയുള്ള സമയത്തൊക്കെ അതിങ്ങനെ നടന്നാലും അതിന് ഗർഭാവസ്ഥ വന്ന് പ്രസവിക്കാൻ ഏകദേശമൊക്കെ സമയം എടുത്തു എന്ന് കണ്ടാൽ അതിനെ നോക്കുകയും ചെയ്യും, പരിരക്ഷിക്കുകയും ചെയ്യും. 10ഉം തികഞ്ഞു നിൽക്കുന്ന ഒട്ടകത്തെ നോക്കാൻ, തീറ്റിപ്പോറ്റാൻ ആളില്ലാതെ വന്നാൽ പിന്നെ ഭൂമിയിൽ കാണുന്ന 6ാമത്തെ കാഴ്ച എന്താണെന്നറിയോ? 6 എണ്ണിപ്പറഞ്ഞിപ്പോ. 1 സൂര്യഗോളം ചുരുട്ടപ്പെടുക, 2ാമതായി നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴുക, 3ാമതായി പർവ്വതങ്ങൾ പരസ്പരം കൂട്ടിമുട്ടിക്കുക, 4ാമതായിട്ട് മനുഷ്യന്മാര് മുഴുവനും പരിഭ്രമിച്ച് നിൽക്കുന്ന അവസ്ഥ. 4ാമതായി പറയുന്നത് അതേ കാട്ടിലെ മൃഗങ്ങൾ മുഴുവനും നാട്ടിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടുക. 5ാമതായി 10ഉം തികഞ്ഞ ഒട്ടകത്തെ നോക്കാൻ ആളില്ലാതെയാകുക. 6ാമത്തത് വൈദൽ ബിഹാറു സുജ്ജിറത്ത്, സമുദ്രങ്ങൾ മുഴുവനും കത്തിക്കപ്പെട്ടാൽ. സമുദ്രത്തിലൊക്കെ കത്തുവോ? കത്തും. സമുദ്രത്തിൽ നിന്ന് ഓയിൽ കണ്ടെത്തിയിട്ടില്ലേ? സമുദ്രത്തിൽ നിന്ന് മണ്ണെണ്ണ കണ്ടെത്തുന്നില്ലേ? സമുദ്രത്തിൽ നിന്ന് പെട്രോൾ ഉൽപ്പാദിപ്പിക്കുന്നില്ലേ? സമുദ്രത്തിൽ കത്താനുള്ള ഒക്കെയുണ്ട്. അല്ലാഹു തആല ഒന്ന് ഇറാദത്ത് ചെയ്താൽ പെട്ടെന്ന് കത്തും. അങ്ങനെ കത്തുന്ന സമയത്ത് ജിന്നുകൾ പറയും മനുഷ്യന്മാരോട്, നഹ്നു നഅതീകും ബിൽ ഖബരി. മനുഷ്യന്മാരടുത്തേക്ക് വന്ന ജിന്നുകൾ അവരോട് പറയും, ഞങ്ങൾ ഈ കരയിൽ നിന്നിട്ട് ഇതൊക്കെ കാണുന്നുണ്ട്, കടലിലേക്ക് ഞങ്ങൾ പോയി നോക്കട്ടെ, ഇതിന്റെ യഥാർത്ഥ വശം എന്താണെന്ന് ഞങ്ങൾ പറഞ്ഞു തരാം. അങ്ങനെ അവർ സമുദ്രത്തിലേക്ക് പോകുമ്പോ സമുദ്രമതാ കത്തുന്നു. സമുദ്രം കത്തിക്കൊണ്ടിരിക്കുമ്പോ ഇവരെല്ലാവരും കൂടുതൽ ഭയപ്പാടോടുകൂടെ നിൽക്കുമ്പോ വലിയ വലിയ കാറ്റുകൾ അടിച്ച് ജിന്നുകൾ മുഴുവനും മരിച്ചു പോകുന്നു, ചത്തി വീഴുന്നു. പിന്നെ അവർക്ക് നിലനിൽപ്പില്ലാതെയായി പോകുന്നു. അതാണ് അല്ലാഹു തആല ഇവിടെ സൂചിപ്പിച്ച ഒരു ചിത്രം. അതാണ് ഇദാ റുജ്ജത്തിൽ അർളു റജ്ജാ വബുസ്സത്തിൽ ജിബാലു ബസ്സാ ഫകാനത് ഹബാഅം മുംബസ്സാ.
ഭൂമിക്ക് യഥാർത്ഥ പ്രകമ്പനം വന്നാൽ പലയിടങ്ങളിലും ഭൂമി കുലുങ്ങുന്നില്ലേ? അതൊന്നും യഥാർത്ഥ കുലുങ്ങലല്ല, അതൊക്കെ ചെറിയ ഷോക്ക് ട്രീറ്റ്മെന്റുകളാണ്. അള്ളാഹു നമുക്ക് നൽകുന്ന ഉണരാൻ വേണ്ടി തരുന്ന ഷോക്കുകളാണത്. ഭൂമി അങ്ങ് ശരിക്കുള്ള കുലുക്കം കുലുങ്ങിയാൽ ഇവിടെ ആർക്കുണ്ടാകും ഒരു നിലനിൽപ്പ്? ഇതാ റുജ്ജത്തില്ലർളു റജ്ജാ, ഭൂമി അങ്ങ് പൂർണാർത്ഥത്തിൽ കടുപ്പമേറിയ കുലുക്കം കുലുങ്ങിയാൽ, അതേ വബുസ്സത്തിൽ ജിബാലു ബസ്സാ, പർവ്വതങ്ങളെ മുഴുവനും പൊടിപൊടിയാക്കപ്പെട്ടാൽ, ഫകാനത്ത് ഹബാഅം മുംബസാ, പിന്നെ ആ പർവ്വതങ്ങളൊന്നും ഇവിടെ കാണാനില്ല. അത് കഴിഞ്ഞാൽ പിന്നെ നടക്കുന്നത് എന്താണ് സഹോദരങ്ങളെ? മനുഷ്യന്മാരുടെ പുനർജീവിതമാണ്. അതിനെ സംബന്ധിച്ചാണ് അല്ലാഹു തആല പറയുന്നത്, ഇതൊക്കെ നടന്നാൽ പിന്നെ ഇവിടെ വരാൻ പോകുന്നത് വകുന്തും അസ്വാജൻ സലാസാ, നിങ്ങളന്ന് 3 വിഭാഗമായി മാറും. 3 വിഭാഗമായി മാറും. കാരണം പുനർജീവിതമാണ് പിന്നെ നടക്കാനുള്ളത്. പുനർജീവിതം നടന്നാൽ പിന്നെ 3 കക്ഷികളാണ് ജനങ്ങൾ. ഖിയാമത്ത് നാളിൽ 3 വിഭാഗമുണ്ട്. ഒന്ന് ഖൗമുൻ യമീനിൽ അർഷ്, ഒരു വിഭാഗം അർഷിന്റെ വലതുഭാഗത്താണ്. അള്ളാഹു അവരിൽ നമ്മെ ചേർത്തി തെരുമാറാകട്ടെ. അർഷിന്റെ വലതുഭാഗത്തുള്ളവരെ പറ്റിയാണ് ഫഅസ്ഹാബുൽ മൈമന മാ അസ്ഹാബുൽ മൈമന. ആ മൈമന എന്നുള്ള പേര് അവർക്ക് വരാൻ കാരണം ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽ ഒരു കാരണമാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, അനുഗ്രഹം കിട്ടിയ ആളുകൾ. മൈമനത്ത് എന്ന വാക്കിനുള്ള ഒരു അർത്ഥമാണത്. അനുഗ്രഹീതരാണ് അവര്, പുണ്യമുള്ള ആൾക്കാരാണ്, ഭാഗ്യവാന്മാരാണ്. രണ്ടാമത്തത് വലതുപക്ഷത്തുള്ള ആളുകൾ. എവിടെ വലതുപക്ഷം? അർശിന്റെ വലത്തെ ഭാഗത്ത്. ഇവരാരാന്നറിയോ? വഹുമുല്ലദീന ഖറജൂ മിൻ ശിഖ്ഖി ആദമൽ ഐമൻ, ആദം നബി അലൈഹിസ്സലാമിന്റെ വലത്തെ ഭാഗത്തുകൂടെ പുറം ലോകത്തേക്ക് വന്നവരാണ്. ഇവരുടെ കിതാബുകൾ വലത് കൈയിൽ നൽകപ്പെടുന്നു. അതുകൊണ്ടാണ് വലത് എന്ന് പറഞ്ഞത്. വലം കൈയിൽ കിതാബ് നൽകപ്പെടുന്ന വിഭാഗം അവരിൽ അല്ലാഹു ചേർത്തി തരട്ടെ. വലം കൈയിൽ കിതാബ് നൽകുക എന്ന് പറയുമ്പോൾ സഹോദരിമാർ ശ്രദ്ധിക്കണം, നമ്മളൊക്കെ ചിന്തിക്കണം. വലത്തെ കൈ പൊക്കിയിട്ടത് വാങ്ങാന്നല്ല. കിതാബ് പാറിപ്പറന്ന് എവിടേക്കാണോ വരേണ്ടത് അവിടേക്ക് വരും. അതൊക്കെ അങ്ങനെയാണ്. ഇപ്പൊ ടെക്നിക്കൽ യുഗത്തിലല്ലേ നമ്മളുള്ളത്. നമുക്കൊക്കെ പെട്ടെന്ന് മനസ്സിലാകുമല്ലോ പറഞ്ഞാൽ. ഒരു സ്ഥലത്ത് നിന്ന് കൊടുത്താൽ 10ാം നിലയിലേക്ക് എത്തിക്കാൻ ഒന്നും വേണ്ട, ഒരു ബട്ടൺ അമർത്തിയാൽ മതി. നടക്കണ്ട, സംസാരിക്കും വേണ്ട, ഒന്നും വേണ്ട, അല്ലേ? ചിലപ്പോഴൊക്കെ കൈ കഴുകാൻ പോയി നോക്കുമ്പോ അവിടെ തിരിക്കുകയും വേണ്ട, സ്വിച്ച് ഇടുകയും വേണ്ട, നീട്ടിക്കൊടുത്താൽ മതി. കൈ നീട്ടുമ്പോഴേക്ക് വെള്ളം ചാടിപ്പോയി. ആ എന്താ ഇത് പുതുമ? കൈ ഇങ്ങനെ, അതിന്റെ ഒരു ഡയറക്ഷൻ എങ്ങനെ? കൈ നീട്ടിയാ മതി, അതാ വെള്ളം ചാടിപ്പോയി. അതാ കറക്റ്റ് ആയിട്ട്. കൈ എടുത്തു കഴിഞ്ഞോ വെള്ളം നിന്നുപോയി. റൂമിലേക്ക് ചെല്ലുമ്പോഴേക്ക് ഫാനും AC-യും ബൾബുമെല്ലാം പ്രകാശിച്ചു. റൂമിൽ നിന്ന് അയാൾ ഇറങ്ങിയാലോ എല്ലാം അണഞ്ഞു. അങ്ങനല്ലേ നമ്മൾ കാണുന്നത്. നമ്മൾ ഓരോ റൂമിൽ പോയി നോക്കുമ്പോ, റൂമിൽ കയറുമ്പോ നമ്മൾ അങ്ങോട്ട് കാലെടുത്ത് വെച്ചോടെ നമ്മളെ കറാമത്താന്ന് ചില ആൾക്കാർ. അത് അവിടെ ഉള്ള അതിന്റെ ടെക്നിക്കൽ അങ്ങനെയാണ്. ഇയാൾ കയറുമ്പോഴേക്ക് 4 ഭാഗത്തുനിന്നും അതാ ലൈറ്റ് കത്തി, ഫാന് കറങ്ങുന്നു, AC ഓണായി. എന്താ റബ്ബേ, ഞാനൊരു സ്വിച്ച് ഇട്ടിട്ടില്ലല്ലോ. അയാൾ വാതിലൊന്നും അടക്കാതെ പുറത്തേക്ക് വന്നു, അതെല്ലാം അണഞ്ഞുപോയി. എന്താ സംഭവിക്കുന്നത് നിങ്ങൾ നോക്ക്. അപ്പൊ എത്ര പ്രയാസമുണ്ടോ സംഗതി. വലത്തെ ഭാഗത്തേക്ക് കിതാബ് പാറിപ്പറന്ന് വരും. ആ പാറിപ്പറന്ന് വരുന്ന കിതാബ് വലങ്കയിൽ സ്വീകരിക്കാൻ അല്ലാഹു ഭാഗ്യം തരട്ടെ. സഹോദരന്മാരെ, വലത്തെ കൈ കൊണ്ട് ഒരുപാട് ഖൈർ ചെയ്യണം. ആ വലത്തെ കൈ കൊണ്ട് ഒരുപാട് പുണ്യം ചെയ്യണം. വലത്തെ കൈ കൊണ്ട് കിതാബ് വാങ്ങുന്നവർ അവരാണ് ഫഅസ്ഹാബുൽ മൈമനതി മാ അസ്ഹാബുൽ മൈമന. അവര് വലത്തെ ഭാഗത്ത് ചേർന്ന് നിൽക്കുകയാണ്, അർശിന്റെ വലത്തെ ഭാഗത്ത്. വഅസ്ഹാബുൽ മശ്അമതി മാ അസ്ഹാബുൽ മശ്അമ. അർശിന്റെ ഇടത്തെ ഭാഗത്ത് നിൽക്കുന്നവരുണ്ട്. അവർ ആദം നബി അലൈഹിസ്സലാമിന്റെ ഇടത്തെ ഭാഗത്തിലൂടെ ലോകത്തേക്ക് പുറത്തു വന്നവരാണ്. മറ്റേത് വലത്തെ ഭാഗത്തുള്ള മുതുകിലൂടെ, ഇപ്പൊ പറയുന്നത് ഇടത്തെ ഭാഗത്തുള്ള മുതുകിലൂടെ. 2 വിഭാഗം ആളുകളാണ്. ഇവരാണ് നരകത്തിൽ ബഹുഭൂരിപക്ഷവും. ഇടത്തെ കൈയിൽ കിതാബ് നൽകപ്പെടുന്നവർ. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. വലത്തെ കൈയിൽ കിതാബ് കിട്ടിയാലൊക്കെ അന്നത്തെ സന്തോഷം എന്താ പറയുക നിങ്ങൾ?
ഒരു മദ്രസയിൽ നിന്ന് സ്കൂളിൽ നിന്ന് റാങ്ക് പ്രതീക്ഷിക്കാതെ ഫസ്റ്റ് ക്ലാസ് ഒക്കെ കിട്ടുമെന്ന് ഉറപ്പാ, റാങ്ക് കിട്ടിയ ഒരു കുട്ടിക്കുള്ള സന്തോഷം എങ്ങനെ ഉണ്ടാവും? ആ കുട്ടി ബാപ്പാനെയും ഉമ്മാനെയും അത് അറിയിക്കാൻ എത്ര പെട്ടെന്നാണ് ആ കുട്ടി ഉത്സാഹം കാണിക്കുക. വീട്ടിലെത്തിയാ മതി, അത്രയും മനം നിറയെ സന്തോഷല്ലേ. വലത്തെ കയ്യിൽ കിതാബ് കിട്ടുന്ന ആളെ പറ്റി അള്ളാഹു പറഞ്ഞു, വലത്തെ കയ്യിൽ കിതാബ് കിട്ടുമ്പോഴേക്ക് ബാപ്പ എവിടെയെന്ന് ചോദിക്കും, ഉമ്മ എവിടെയെന്ന് ചോദിക്കും. അവരോടൊക്കെ ഒന്ന് സന്തോഷം പറയാനാണ്. എന്റെ ഭാര്യ എവിടെ, എന്റെ ഭർത്താവ് എവിടെ, മക്കളെവിടെ, കൂട്ടുകാരെവിടെ, അവരൊക്കെ ചോദിച്ച് മടങ്ങി ചെല്ലും സന്തുഷ്ടനായിട്ട്. ഇടത്തെ കയ്യിൽ കിതാബ് കിട്ടിയാലോ, പിൻഭാഗത്തിലൂടെ മുതുകിന്റെ ഭാഗത്തിലൂടെ കിതാബ് നൽകപ്പെട്ടാലോ, അവര് കഷ്ടനഷ്ടങ്ങൾ വിളിച്ചു പറയും. വേണ്ടില്ലായിരുന്നു ഭൗതിക ലോകത്തെ ജീവിതം, അധർമ്മത്തിൽ മുഴുകി ജീവിക്കേണ്ടതില്ലായിരുന്നു, ഞാൻ നല്ല നിലക്ക് കഴിഞ്ഞാ മതിയായിരുന്നു. വേവലാതിയും ആവലാതിയും വിളമ്പുകയാണ്. വിളമ്പിയിട്ട് ആര് കേൾക്കാനാണ്, ആര് മറുപടി പറയാനാണ്? അങ്ങനെ ഇടത്തെ ഭാഗത്ത്, അർശിന്റെ ഇടത്തെ ഭാഗത്ത് നിൽക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾ എത്ര ദുരിതം ഭവിച്ചവരാണ്, ദുർഗതിയുള്ളവരാണ്. മൂന്നാമത്തെ വിഭാഗം ഇവിടെ മുൻപന്തിയിൽ നിൽക്കുന്നവർ അവിടെയും മുൻപന്തിയിലാണ്. സഹോദരന്മാരെ, മുൻപന്തിയിൽ നിന്നോളൂ, എന്നാൽ ആഖിറത്തിലും മുൻപന്തിയിലെത്താൻ കഴിയും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാ വിഷയങ്ങളിലും ആള് മുൻപന്തിയിലാണ്. എന്തില്? എല്ലാ ഖൈറായ കാര്യങ്ങളിലും ആള് മുൻപന്തിയിലാണ്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇനി ഖുർആൻ ഇപ്പൊ 3 വിഭാഗത്തെ പറഞ്ഞ്, മൂന്നിൽ ഏറ്റവും നല്ല ആളുകൾ ആരാ? സാബിഖീങ്ങളാണ്, മുന്നോട്ട് കുതിക്കുന്നവർ. അവരെ പറ്റി അവർക്കുള്ള സ്വർഗാണ് സൂറത്തുൽ വാഖിയിൽ പിന്നീട് പറയുന്നത്. പിന്നെ മധ്യവിഭാഗമായ അസ്ഹാബുൽ മൈമന, അവർക്കുള്ള സ്വർഗം. പിന്നെ പറയുന്നത് അസ്ഹാബുൽ മഷ്അമ എന്ന് നമ്മൾ പറഞ്ഞ ഹതഭാഗ്യർക്കുള്ള നരകം. അതാണ് പിന്നീട് വിശദീകരിക്കുന്നത്. പിന്നെ അവർ ഓരോരുത്തരും അങ്ങനെയാകാനുള്ള കാരണങ്ങൾ എന്താണ് സൂറത്തുൽ വാഖിയ പറയുന്നുണ്ട്. ഇന്ന് സാബിഖീങ്ങളെ പറ്റി അല്പം നമുക്ക് സംസാരിക്കാം. എല്ലാ വിഷയത്തിലും മുന്നേറാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഖൈറായ വിഷയങ്ങൾ. ആദ്യം തന്നെ ഒരു ഹദീസാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് ചോദിച്ചു, സ്വഹാബ അതദ്റൂൻ, നിങ്ങൾക്കറിയുമോ, മനിസ്സാബിഖൂന ഇലാ ളില്ലി യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളിലെ തണലിലേക്ക് ആദ്യം കുതിക്കുന്നവരാരാണ്? ഖിയാമത്ത് നാളിലെ തണലിലേക്ക് ആദ്യം കുതിക്കുന്നവർ, മുന്നിട്ട് ചെല്ലുന്നവരാരാണ്? ആദ്യം എത്തുന്നവര്. ഖിയാമത്ത് നാളിൽ അള്ളാഹു ഒരുക്കിയ തണലുണ്ടല്ല, അർശിന്റെ തണല്, ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ അള്ളാഹു പെടുത്തി തരട്ടെ. ഒരുപാട് വിഭാഗമുണ്ട്, 7 7 അതിലെ തലവന്മാരാണ്. 70-ലധികം ഉണ്ടെന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 7 തലവന്മാരാണ്. വൻകുറ്റങ്ങൾ 7 അല്ല, 7 അതിന്റെ തലവന്മാരാണ്. 700ഓളം ഉണ്ട് വൻകുറ്റങ്ങൾ. സുബ്കി ഇമാം പറഞ്ഞു, ഹിയ ഇല 700 അഖ്റബ്, വൻകുറ്റങ്ങൾ 700ഓളം ഉണ്ട്. 500 എണ്ണം മാത്രം ഇബ്നു ഹജർ തങ്ങൾ ഒരു കിതാബിൽ എണ്ണിയിട്ടുണ്ട്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. വൻകുറ്റങ്ങൾ എത്ര അധികം ഉണ്ടെന്ന് അറിയും നിങ്ങൾ? ആ വൻകുറ്റങ്ങൾ വർജിച്ചാൽ തന്നെ ആളുകൾ സ്വാലിഹീങ്ങളായി, മഹാന്മാരായി, മഹത്തുക്കളായി. അവരെ കണ്ടാൽ തന്നെ ആളുകൾക്ക് കണ്ടൊരു ഭാഗ്യം ഉണ്ടാകും. അപ്പൊ ഈ സാബിഖീങ്ങൾ, മുന്നോട്ട് കുതിക്കുന്നവർ, നാളെ അർശിന്റെ തണലിലേക്ക് ആദ്യം എത്തുന്നവരാരാണ്? സ്വഹാബത്ത് പറഞ്ഞു, അല്ലാഹു വറസൂലുഹു അലം, നബിയെ ഞങ്ങൾക്കതറിയില്ല. തങ്ങൾ വിശദീകരിക്കുന്നു, അല്ലദീന ഇദാ ഉഅ്തുൽ ഹഖ്ഖ ഖബിലൂ. ശരിക്ക് കേട്ടോളൂ, ഇതിൽ നിന്ന് പുറത്തുണ്ടെങ്കിൽ മടങ്ങിക്കോളൂ. അവകാശപ്പെട്ടത് നൽകപ്പെട്ടാൽ മാത്രം സ്വീകരിക്കും, അവകാശമില്ലാത്തത് നൽകപ്പെട്ടാൽ ഒന്നും വാങ്ങൂല. സഹോദരിമാരെ, ശരിക്കെന്റെ ശബ്ദം ശ്രവിക്കണം. അർശിന്റെ തണലിലേക്ക് മുന്നേറാൻ കഴിയുന്നവരെ പറ്റി പറഞ്ഞപ്പോ ഒന്നാമത്തെ അടയാളം പറഞ്ഞത് ഇദാ ഉഅ്തുൽ ഹഖ്ഖ ഖബിലൂ, അവകാശമുള്ളത് നൽകപ്പെട്ടാൽ അത് സ്വീകരിക്കും, അല്ലാത്ത സ്വീകരിക്കൂല. ഒന്നും വാങ്ങൂല, അല്ലാത്തൊന്നും വാങ്ങൂല. നമ്മളെ അവകാശമില്ലാത്തത് വാങ്ങാൻ ഒരു പക്ഷെ മുന്നോട്ട് കുതിക്കും. അവിടെ നമ്മുടെ
ശരീരത്തെ നമ്മൾ പിടിച്ചു വെക്കണം. ഉദാഹരണം പറയാം, സ്കൂളിലെ കുട്ടികൾക്ക് സ്കോളർഷിപ്പ് അങ്ങനെ വരലുണ്ടല്ലോ. സ്കോളർഷിപ്പ് മോശമൊന്നുമല്ല കേട്ടോ, സർക്കാർ തരുന്ന സ്കോളർഷിപ്പ് അർഹതയുള്ള ആൾക്കാർക്ക് വാങ്ങാം. പക്ഷെ അർഹത ഇല്ലാത്തവരും അർഹത ഉണ്ടാക്കരുത്. അവിടെ വിഷയം അർഹത ഇല്ലാത്തവരെന്ന് പറഞ്ഞാൽ നിശ്ചിത വരുമാനത്തിന്റെ കണക്കുണ്ടത് ഉണ്ട്. ഞാനത് അറിഞ്ഞോണ്ടാ, ഞാൻ ഇപ്പൊ സംശയം തീർക്കാൻ ആ മാഷോട് ചോദിച്ചിട്ടുണ്ട്. നിശ്ചിത വരുമാനത്തിന്റെ കണക്കുണ്ട്. അപ്പൊ അതിലേറെ വരുമാനം അല്ലാഹു തആല കൊടുത്തു. അല്ല കൊടുത്തതല്ലേ, നമ്മളാരും മണ്ണെന്ന് കുഴിച്ചെടുത്തതല്ലോ. കൊടുത്ത ആളുകൾ വരുമാനം കുറച്ചെഴുതിയാൽ ഹക്കാവോ? അത് ഹക്കല്ലല്ലോ. ഉദാഹരണം പറയാ, 30,000 വരുമാനം, വാർഷിക വരുമാനം അല്ലാഹു തആല നൽകിയ ഒരാള് ഈ ഒരു സ്കോളർഷിപ്പ് കിട്ടണമെങ്കിൽ 3,000 എന്ന് എഴുതിയാൽ എങ്ങനെ ഉണ്ടാകും? കിട്ടുന്നത് ഹക്കല്ല, അവകാശമല്ല. ഇൻഷുറൻസ് പദ്ധതി നോക്കുന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി പാവങ്ങൾക്ക് വലിയ സഹായമാണ്. അതിനുണ്ട് വരുമാനത്തിന്റെ വിഷയം. അവിടെയും വരുമാനം കുറച്ച് കാണിച്ചിട്ട് കിട്ടുന്നതൊക്കെ പോന്നേട്ടോ എന്ന് വെച്ചാലോ അത് ഹക്കല്ല, സ്വീകരിക്കുന്നത് ബാത്തിലാണ്. നമ്മൾ ശരിക്കും ആലോചിക്കണം, നന്നായി ചിന്തിക്കണം. അവകാശപ്പെട്ടത് നൽകപ്പെട്ടാൽ മാത്രം സ്വീകരിക്കും, അവകാശമില്ലാത്തത് ഒന്നും സ്വീകരിക്കൂല. മഹത്തുക്കൾ അങ്ങനെയല്ലേ, അവർക്ക് അവകാശമില്ല എന്ന് കാണുന്നത് സ്വീകരിക്കാതെ അവർ മടക്കി. എത്രമാത്രം വലിയ സൂക്ഷ്മതയാണ് അവർ കാണിച്ചത്. അവരെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ബഹുമാനപ്പെട്ട ഇമാമുൽ ആലം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു 4 മദ്ഹബിന്റെ ഇമാമുകളിൽ ഒരു വലിയ മഹാനല്ലേ. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദല്ലേ, ഷാഫി ഇമാം തങ്ങളുടെ ഉസ്താദിന്റെ ഉസ്താദല്ലേ, ഹംബലി ഇമാമിന്റെ ഉസ്താദിന്റെ ഉസ്താദല്ലേ. ആ ഇമാമുൽ ആലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു മഹാനവർകൾ ഒരു ബിസിനസ് മാനാണ്. ഇമാമിങ്ങൾക്ക് ബിസിനസ് ഒന്നും നടത്താൻ പാടില്ല എന്ന് ചിന്തിക്കരുത്. മൂല്യമാർക്കും ബിസിനസ് നടത്താം, പക്ഷേ ഹക്കായതേ നടത്താവൂ, ബാത്തിൽ നടത്താൻ പാടില്ല. ആ വിഷയത്തിൽ മൂല്യമാരും അല്ലാത്തവരും കണക്കാണ്. ബാത്തിൽ ആർക്കും നടത്താൻ പാടില്ല. സത്യത്തിനെതിരായ ഒരു ഇടപാട് ആർക്കും നടത്താൻ പാടില്ല. അബൂ ഹനീഫ ഇമാം തങ്ങൾ എന്തിടപാടാ നടത്തിയിരുന്നത്? വസ്ത്രക്കച്ചവടം, ടെക്സ്റ്റൈൽസ്, വസ്ത്രക്കച്ചവടം. വിദൂര രാജ്യങ്ങളിൽ നിന്ന് വസ്ത്രം വാങ്ങിക്കൊണ്ടുവരും, എന്നിട്ട് നാട്ടിൻ പുറങ്ങളിൽ അത് വിൽപ്പന നടത്തും. ലാഭം ഉണ്ടാവും. ലാഭലാഭിന അവരോട് ഒരു മത്തി കച്ചവടം ചെയ്യുന്ന ആൾക്കാർക്ക് ലാഭം കിട്ടണ്ടേ? അയാൾക്ക് ആ വാങ്ങിയ പൈസ കിട്ടിയ പിന്നെ അത് ഉന്തി കൊണ്ടൊരു കാര്യമുണ്ടോ? അയാൾ അവിടുന്ന് വാങ്ങും, ആ വാങ്ങിന് അയാൾക്ക് ഒരു വേതന അനുസരിച്ചുള്ള ലാഭത്തിനാണ് വിൽക്കും. അതങ്ങനെ തന്നെയല്ലേ. മാർക്കറ്റിൽ പോയാൽ അവിടെ ഉണ്ടാകും ലാഭം. ലാഭമെല്ലാം നടക്കൂലല്ലോ. ആ ലാഭം സമ്മതിച്ചിട്ടല്ലേ നമ്മൾ വാങ്ങുന്നൊക്കെ. നമുക്ക് 30 രൂപക്ക് 1 കിലോ അരി തരുന്ന ആള് അവർ 30 രൂപക്ക് അരി വാങ്ങുമോ? ഇല്ല. അവർ പക്ഷെ 26 രൂപക്കോ 25 രൂപക്കോ വാങ്ങിയിട്ടുണ്ടാകും. എന്നാ പിന്നെ ഇത്രയും തോനെ പൈസ എന്തിനാ? എത്ര തോനെ ചെലവുണ്ട് ഓൽക്ക്. ഓല ആ ചാക്കരിയൊക്കെ കൊണ്ടുവരുമ്പോ എത്ര കണക്കിന് പൈസ അങ്ങോട്ടും ഇങ്ങോട്ടും അടക്കേണ്ടതുണ്ട്. ഓരോ ചെലവ് എത്ര ഉണ്ട്, അവിടെ പണിക്കാരെ വേതനം ഒക്കെ കൂട്ടി നോക്കുമ്പോൾ 4 രൂപ അധികം ഉണ്ടാവും. ശരി തന്നെയല്ലേ? അല്ലെങ്കിൽ 5 രൂപ അധികം ഉണ്ടാവും. അത് അർഹിച്ച ലാഭാണല്ലോ. അത് ചില സമയത്താകുമ്പോ വില കൂടും. ചില സമയത്ത് തക്കാളിക്ക് തന്നെ 50 രൂപ ആകല്ലേ, 60 രൂപ ആകല്ലേ. അത് ചില സമയത്ത് അങ്ങനെ ഉണ്ടാകും, ചില സമയത്ത് മാറ്റം ഉണ്ടാകും. അബൂ ഹനീഫ ഇമാമിന്റെ ഒരുപാട് വസ്ത്രങ്ങൾ വിൽപ്പനക്ക് വേണ്ടി കൊണ്ടുവന്നു. മഹാനവറുകൾ അതിങ്ങനെ മറിച്ചു നോക്കുമ്പോ ഒരു വസ്ത്രത്തിന് ഡാമേജ് ഉണ്ട്, ഒന്നിന് മാത്രം. ബാക്കി ഒറ്റതിന് കുഴപ്പമില്ലേ, ഒന്നിന് മാത്രം ചെറിയൊരു കുറവ്. അപ്പൊ വിൽക്കുന്ന ആളോട് പറഞ്ഞു, ഒക്കെ കൊണ്ടുപോയി വിൽക്കണം, ഇത് വിൽക്കുമ്പോ പറഞ്ഞിട്ടേ വിൽക്കാവൂ എന്ന് പറഞ്ഞു. നോക്കണം, എടുക്കുന്ന ആള് നോക്കൂലേ? എടുക്കുന്ന ആള് നോക്കുമല്ലോ. നോക്കാതെ ആരും വസ്ത്രം വാങ്ങൂ? ആരും വാങ്ങൂല. നമ്മളൊക്കെ വസ്ത്രം വാങ്ങണമെങ്കിൽ എത്ര ഡസൻ കണക്കിന് വലിച്ചിടണം. വലിച്ചിടുമ്പോ നമ്മളെ കൂടുതൽ ആളും പറയും, ഒന്നെങ്കിലും വാങ്ങിക്കാ, അത് കുറെ നേരം നിനക്ക് വേണ്ടി ഇതൊക്കെ വലിച്ചിട്ടത്. അപ്പൊ നമ്മൾ പറയും, ഓന്റെ ഡ്യൂട്ടിയാണ്, അത് ഓൻ വലിച്ചിട്ടോടെ ഇനിയും വലിച്ചിടണം, അത് ഓന്റെ പണിയാന്ന് പറയും. അയക്കയിൽ എതിർപ്പൊന്നുമില്ല, കാരണം രാവിലെ മുതലേ ഓരോ ഡസൻ എടുത്ത് കാണിച്ചു കൊടുക്കാൻ തുടങ്ങിയതാണ്. പറ്റുമെങ്കിൽ സ്വീകരിക്കൂ, ഇല്ല സ്വീകരിക്കൂല. അങ്ങനെ ആൾക്കാരുടെ സ്വഭാവം. ചിലര് വാങ്ങും, ചിലർ വാങ്ങൂല. അബൂ ഹനീഫ ഇമാം തങ്ങൾ പറഞ്ഞു, ഈ വിൽപ്പനക്കാരനോട്, തൊഴിലാളിയോട് പറഞ്ഞു, ഈ ഡ്രസ്സ് വിൽക്കുമ്പോ നീ പറഞ്ഞു വിൽക്കണം, ചെറിയ ഒരു പഴക്കം അതിൽ കാണുന്നുണ്ട്, അവിടെ ഇവിടെ കുഴപ്പമുണ്ട്, പറയാതെ വിൽക്കരുത്. ബാക്കി ഒരൊറ്റൊന്നിനും കുഴപ്പമില്ല. അങ്ങനെ കൊണ്ടുപോയി വിൽപ്പന നടത്തിയിട്ട് പണം കൊണ്ടുവന്നു, ലാഭം. മഹാനവറുകളെ കയ്യിൽ ഏൽപ്പിക്കുമ്പോ മഹാൻ ചോദിക്കുന്നത്, അല്ല സുഹൃത്തേ, അതിലൊരു വസ്ത്രത്തിന് ചെറിയ പഴക്കവും പോരായ്മയും ഉണ്ടായിരുന്നല്ലോ, അത് കൊടുക്കുമ്പോ നീ അത് പറഞ്ഞിരുന്നോ?
അദ്ദേഹം പറഞ്ഞു, പറയാൻ മറന്നു ഉസ്താദേ. പറയണമെന്നൊക്കെ എന്റെ അടുത്തുണ്ടായിരുന്നു, ഉസ്താദ് പറഞ്ഞതല്ലേ. ഇമാം അവർകളെ കൊണ്ട് മഹാനവർകൾ പറയുന്നു, പാവപ്പെട്ട ആളുകൾ ഉണ്ടാകും, അവർക്ക് ഇത് സ്വതക്ക കൊടുത്തേക്കും, സ്വതക്ക കൊടുക്കാൻ പറ്റും. ഇത് ബാത്തിലായ മുതലല്ല, പിന്നെന്താണ്? ഒരു ചെറിയ കുറവ്. അതൊരു കുറവ് എന്ന് പറയാനില്ല. അതും അബു ഹനീഫ് ഇമാമിനെ സംബന്ധിച്ചിടത്തോളം കുല്ലു ഹലാല. കാരണം തൊഴിലാളിന്റെ അടുത്താണ് വീഴ്ച പറ്റിയത്. എന്നാ വീഴ്ച പറ്റിയനുസരിച്ച് ഒരു വസ്ത്രത്തിന്റെ വില കുറച്ചാ പോരെ. ആ കൊണ്ടുവന്ന മൊത്തം വസ്ത്രങ്ങളെ വില ഒന്ന് പറയാത്തതുകൊണ്ട് മൊത്തം സ്വതക്ക ചെയ്തു. അത് അവരുടെ സൂക്ഷ്മതയാണ്. ഹക്കായത് മാത്രം സ്വീകരിക്കും. ആരാണ് അർശിന്റെ തണലിലേക്ക് നാളെ കുതിക്കുന്നവർ? ഹക്കായത് മാത്രം സ്വീകരിക്കും. സഹോദരിമാരെ, നമ്മളെ വീട്ടിൽ നിന്ന് അയൽപക്കത്തെ വീട്ടിലുള്ള സഹോദരി ഒരു അര ലിറ്റർ പാട്ട കണക്കനുസരിച്ച് പഞ്ചസാര കൊണ്ടുപോയി. കടം കൊണ്ടുപോയതാണ്. അവിടെ ആൾക്കാർ വന്നപ്പോൾ പഞ്ചസാര ഇല്ലാത്തതുകൊണ്ട്. അപ്പൊ ആ സഹോദരിയോട് മറന്നുപോയി എത്ര ഇപ്പൊ പഞ്ചസാര വാങ്ങിയത്. ആ സഹോദരിക്ക് ഇങ്ങനെ തോന്നി, 1 ലിറ്റർ പാട്ടയിലായിരിക്കും, 1 ലിറ്റർ ആയിരിക്കും വാങ്ങിയത്. അങ്ങനെ 1 ലിറ്ററിന്റെ കണക്കിന് ഇവിടെ കൊണ്ടുവന്നെടുത്തു. അപ്പൊ കൊണ്ടുവന്നെടുത്തപ്പോ ഈ വാങ്ങാൻ നേരത്തെ കടം വാങ്ങിപ്പോയ സഹോദരിക്ക് ഓർമ്മയുണ്ട്, 1 ലിറ്റർ ഇല്ല, 1 ലിറ്ററേ ഉള്ളൂ. ഏതായാലും മറന്നോണ്ടല്ലേ, കിട്ടിയ ലാഭായി, അവിടെ നിന്നോട്ടെ എന്ന് വെച്ചാൽ അത് ഹക്കാവൂല. ഹക്കല്ലേ സ്വീകരിക്കേണ്ടത്. അപ്പോടെ ബോധ്യപ്പെടുത്തി കൊടുക്കണം. പിന്നെ പ്രിയപ്പെട്ട സഹോദരി, ഇത്രയൊന്നുമില്ല, 1/2 ലിറ്ററിന്റെ പാട്ടയിലാണ് അന്ന് കൊണ്ടുപോയത്. ആരങ്ങോട്ട് കൊണ്ടുപോയി കൂടി, അര മതി ഇവിടെ. അപ്പൊ ഹക്ക് മാത്രം സ്വീകരിക്കുന്നവർ അർശിന്റെ തണലിലേക്ക് നാളെ കുതിക്കുന്നവരവരാണ്. ഹക്കായതല്ലാത്തത് സ്വീകരിക്കൂല. അതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന മഹാനാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. മഹാനവറുകൾക്ക് നല്ല ഇഷ്ടമുള്ള ഒരു വസ്തുവാണ് പാല്. ഇവിടെ അങ്ങനെ തന്നെയല്ലേ? ഇവിടെ പുരക്കൂടലൊക്കെ എന്താ കൊടുക്കാതെ രാവിലെ? പാലല്ലേ? ആ പാലന്നെ. നമ്മളെ നാട്ടിലൊക്കെ അങ്ങനെയാണ്. ഇവിടെ പാലന്നല്ലേ അല്ലേ? രാവിലെ കൊടുക്കൂലേ? കാച്ചുള്ളൂ എന്നാ കൊടുക്കും വേണോ? ഞങ്ങൾ അവിടൊക്കെ നമ്മൾ പുരയിൽ അങ്ങോട്ട് എല്ലാവരും കയറി വന്നാല് ഒരു 1/2 ഗ്ലാസ് അല്ലെങ്കിൽ 3/4 ഗ്ലാസ് പാല് കൊടുക്കും. എല്ലാവർക്കും പാല് കൊടുക്കും. ഇവിടെ ചായ ഇവിടെ പാലും കൂടി കൊടുത്താൽ മതി, നണ്ടോയിക്കോളും. പാല് കൊടുക്കണം എല്ലാവർക്കും. അതങ്ങനെ ആ നാട്ടിലെ പതിവ് അങ്ങനെയാണ്. പാല് കൊടുക്കും. ആ പാല് നേരത്തെ കാച്ചി വെക്കും. പിന്നെ മറ്റേ പാല് വേറെ ഉണ്ടാവും കാച്ചാന്. ഇത് അടുപ്പിൽ വെച്ച് കാച്ചിന പാലത് വേറെ ഉണ്ടാവും. ഇത് സപ്ലൈക്കുള്ള പാല്, എല്ലാവർക്കും പാല് കൊടുക്കും. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾക്കും പാല് നല്ല ഇഷ്ടമാണ്. അപ്പൊ അടിമൊരുക്ക് പാലുണ്ടെന്ന് എടുത്തു. മഹാനവറുകൾ നന്നായി കുടിച്ചു. അങ്ങനെ പാലിനോട് വലിയ ഇഷ്ടമാണ്. പാല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നല്ല ഇഷ്ടപ്പെട്ട ഒരു സാധനമുണ്ടോ പാല്. പാല് കുടിക്കട്ടോ, പാലിന് കുഴപ്പമൊന്നുമില്ല. പാല് കുടിച്ചു. കുട്ടികൾക്കൊക്കെ നമ്മൾ നല്ല ആട്ടിൻപാല് വാങ്ങിക്കൊടുക്കണം. ചെറിയ കുട്ടികൾക്ക് അവർക്ക് ആരോഗ്യത്തിന് നല്ലതാണ്. പശുപ്പാല് കുടിക്കണം വലിയ ആൾക്കാരൊക്കെ, കുഴപ്പമൊന്നുമില്ല. ചിലർക്ക് പാലിനോട് വലിയൊരു മടുപ്പാണ്. പാല് ശരീരത്തിൽ വരുത്തുന്ന ഗുണങ്ങൾ തന്നെ ധാരാളമുണ്ട്. അതുകൊണ്ടാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്രായിന്റെ യാത്രയിൽ 2 സ്ഥലത്ത് സ്വീകരണം കിട്ടിയിട്ട് 3 വസ്തുക്കളാണ് നബിതങ്ങൾക്ക് ആ പാത്രത്തിൽ കൊണ്ടുവന്ന് കൊടുത്ത്. ഒന്ന് പാല്, മറ്റൊന്ന് വെള്ളം, വേറൊന്ന് ഹംറ്. ഇവിടുത്തെ ഹംറ് അല്ല കേട്ടോ, അവിടുത്തെ ഹംറാണ്. ഇവിടുത്തെ ഹംറല്ലേ, ഇവിടുത്തെ കള്ളല്ല, അവിടുത്തെ കള്ളാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെള്ളം എടുത്ത് കുടിച്ചോ? കുടിച്ചില്ല. എന്തേ വെള്ളം കുടിക്കാതിരുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, നബിയെ വെള്ളം കാണും കുടിച്ചിരുന്നെങ്കിൽ ഉമ്മത്ത് മൊത്തം വെള്ളത്തിൽ മുങ്ങി പോയിട്ടുണ്ടാവും. ഉമ്മത്തിൽ വെള്ളം കൂടുമ്പോ പ്രളയം ഉണ്ടാകുമ്പോ എല്ലാവരും ഇതിൽ മുങ്ങിപ്പോകും. തങ്ങൾ വെള്ളം കുടിച്ചിരുന്നെങ്കിൽ, വെള്ളം തങ്ങൾ തെരഞ്ഞെടുത്തില്ല, പാലാ തെരഞ്ഞെടുത്തത്. അതുകൊണ്ട് തന്നെ ഇഖ്തർത്തൽ ഫിത്തുറ, പരിശുദ്ധിയുള്ളതാണ് തങ്ങൾ സെലക്ട് ചെയ്തത്. പക്ഷേ തങ്ങളോട് പറഞ്ഞു, പാല് ഫുള്ള് തങ്ങൾ കുടിച്ചില്ലല്ലോ. ഫുള്ള് കുടിച്ചിരുന്നെങ്കിൽ ഉമ്മത്തെല്ലാ മെമ്പർമാരും പരിശുദ്ധരാകുമായിരുന്നു. ഉമ്മത്തിനോടുള്ള വലിയ സ്നേഹം കൊണ്ട് തങ്ങൾ ചോദിച്ചു, ആ കുടിച്ച പാലിന്റെ ബാക്കിയൊന്ന് തിരിച്ചു തരുമോ? ഞാനൊന്ന് കുടിച്ചോട്ടെ. എന്റെ ഉമ്മത്തിലെ മുഴുവൻ മെമ്പർമാരും നല്ലവരായിക്കോട്ടെ. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഖദ് ഖുദിയൽ അംറു, കാര്യം അങ്ങനെ തീരുമാനിക്കപ്പെട്ടു പോയി. തങ്ങൾ അതിനനുസരിച്ച് കാര്യം നടത്തിപ്പോയി. അപ്പുറത്ത് കാണുന്ന ഹംറങ്ങാനും തങ്ങൾ തെരഞ്ഞെടുത്തിരുന്നെങ്കിൽ ലഗവത് ഉമ്മതുക കുല്ലുഹാ, അവിടുത്തെ സമുദായത്തിൽ ഒരൊറ്റ മെമ്പർ പോലും പഴക്കാത്തതുണ്ടാകൂല.
എല്ലാവരും തെറ്റിപ്പോയിട്ടുണ്ടാകും. ഇവിടുത്തെ കള്ളായിരിക്കും. പിന്നെ എല്ലാവരും മുന്നോട്ട് വെക്ക തങ്ങളതല്ലേ തിരഞ്ഞെടുത്തതെന്ന് ഉപായം പറയും. പക്ഷേ പാല് തെരഞ്ഞെടുത്തുകൊണ്ട് പാലിന് വലിയ മഹത്വമുണ്ട്. സിദ്ദീഖ് തങ്ങൾ പാലിനോട് വലിയ ഇഷ്ടമുള്ള മഹാനാണ്. പാല് കുടിച്ചു. പാലങ്ങോട്ട് താഴെ ഇറങ്ങിയപ്പോ മഹാനവറുകളുടെ മനസ്സിനൊരു മാറ്റം. ചോദിച്ചു തൊഴിലാളിയോട്, അടിമയോട് ചോദിച്ചു, ഇതെവിടുന്നാണ് പാല്? പാല് ഞാൻ കൊണ്ടുവന്നതാണ്. നിനക്ക് എവിടുന്ന് കിട്ടി? നിങ്ങൾ നോക്കി, എന്തിനാണ് ഈ അഡ്രസ് ചോദിക്കുന്നത്? ഹക്കല്ലെങ്കിൽ കുടിച്ചത് ശരിയല്ലല്ലോ. ഇതിനാത് ചോദിക്കുന്നത്. എവിടുന്ന് കിട്ടി പാല്? അത് ഞാൻ ജാഹിലിയ കാലഘട്ടത്തിൽ എനിക്ക് ചികിത്സ അറിയാതെ ഞാൻ ചികിത്സിച്ചിരുന്നു. അപ്പൊ ഹക്കാവോ? ഞാനിപ്പോ ഒരു സ്ഥലത്ത് ഡോക്ടർ എന്ന് ബോർഡ് എഴുതി വെച്ചാൽ ഹക്കാവോ സഹോദരന്മാരെ? എനിക്ക് ഡോക്ടറിന്റെ സർട്ടിഫിക്കറ്റ് ഞാൻ പഠിച്ചിട്ടില്ല. പേര് ഡോക്ടർ ഞാൻ സാധാരണ പ്രബന്ധം എഴുതിയിട്ട് ഡോക്ടർ ഉണ്ട് കേട്ടോ. അവരല്ല ചികിത്സ, അത് വേറെ ഡോക്ടർമാരാണ്. അത് ഡോക്ടറേറ്റ് ആണ്. മറ്റേത് ശരിക്ക് MBBS-ഉം MD ഒക്കെ ആയ ഡോക്ടർമാരില്ലേ? അതൊന്നും ഇല്ലാതെ ഡോക്ടർ എന്ന് പേര് വെച്ചാൽ ആൾ ഡോക്ടർ ആവില്ലല്ലോ, പേരിൽ ഡോക്ടറാന്ന് പറയും. അപ്പൊ കിട്ടുന്നൊന്നും ഹക്കാവൂല. ഈ അടിമ പറഞ്ഞു, കുന്തു തക്കഹന്തു ഫിൽ ജാഹിലിയത്തി, ഞാൻ ജാഹിലിയ കാലഘട്ടത്തിൽ ജ്യോതിഷപ്പണി നടത്തിയിരുന്നു. എനിക്ക് ജ്യോതിശാസ്ത്രം അറിയില്ലായിരുന്നു. ജ്യോതിശാസ്ത്രം എന്നൊരു ശാസ്ത്രം ഉണ്ട്. അതിന്റെ ശാസ്ത്രശാഖകൾ പലതും ഇന്ന് അസ്തമിച്ചു പോയി. അതുകൊണ്ട് ഇന്ന് അനുമാനങ്ങൾ മാത്രമാണ് ബാക്കി. ജ്യോതിശാസ്ത്രം അന്ന് എനിക്ക് അറിയാതെ ഞാൻ ജ്യോതിശാസ്ത്രം പറഞ്ഞു പലരോടും. അപ്പൊ എനിക്ക് അവര് അന്ന് തരേണ്ടത് ഇന്നാ തന്നത്. അന്ന് അതിന് തരേണ്ട കൂലി ഇന്ന് തന്നപ്പോ പാല് കണ്ടപ്പോ പാല് വാങ്ങിക്കൊണ്ടുവന്നാണ്. യജമാനു വേണ്ടി കൊണ്ടുവന്ന്, നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നാണ്. സിദ്ദീഖ് റളിയല്ലാഹു രണ്ട് വിരലും കഴുത്തിലേക്ക് അങ്ങ് ഇട്ടിട്ടതാ ഇളക്കാൻ തുടങ്ങി. തൊണ്ടയിലേക്ക് ഇട്ടിട്ട് ഇളക്കാൻ തുടങ്ങി. ഛർദിച്ചത് മുഴുവനും, കുടിച്ച പാല് മുഴുവനും ഓരോന്ന് തുള്ളിയായി ഛർദിച്ചു. അതിനു മുമ്പ് കഴിച്ച ഭക്ഷണം വരെ പുറത്തു വന്നുപോയി. അപ്പോഴും സിദ്ദീഖ് തങ്ങളെ പേടി എന്താണെന്നറിയോ? എനിക്ക് ഹക്കല്ലാത്ത ഒന്ന് ഞാൻ കുടിച്ചതിന്റെ ഒരു തുള്ളി ഇനി ഉള്ളില് ബാക്കിയുണ്ടോ? ഹക്ക് മാത്രം സ്വീകരിക്കും, അല്ലാത്തത് സ്വീകരിക്കൂല. അർശിലേക്ക് മുന്നോട്ട് കുതിക്കുന്നവർക്ക് 3 അടയാളങ്ങൾ പറഞ്ഞു. ഒന്നതാണ് അല്ലദീന ഇദാ ഉൽതുൽ ഹഖ ഖബിലു, ഹക്ക് മാത്രം നൽകപ്പെട്ടാൽ അവർ സ്വീകരിക്കും. വഇദാ സുഇലൂഹു ബദലൂഹു, ആരെങ്കിലും വല്ലതും ചോദിച്ചു വന്നാൽ ധർമ്മം കൊടുക്കും, കൊടുക്കാതിരിക്കൂല. അവകാശപ്പെട്ടത് ചോദിച്ചാൽ അത് കൊടുക്കും. അവകാശപ്പെട്ട് ചോദിച്ചു. ഒരാൾ നമ്മളെടുത്ത് വന്നു. അയാൾ പറഞ്ഞു, ഒരേ കടണ്ട്, വിഷമത്തിലാണ്. അപ്പൊ നമുക്കും വിഷമുണ്ട്. പക്ഷെ അയാളെ സന്തോഷിപ്പിക്കാൻ നമ്മൾ കുറച്ച് കൊടുത്തു. അയാളെ മനസ്സിന് വലിയ സന്തോഷം ഉണ്ടാകും. കാരണം അയാളെ ഹക്കല്ലേ ചോദിക്കുന്നത്. നമുക്ക് അള്ളാഹു തന്നതിൽ നിന്ന് വല്ലതും തരാനല്ലേ പറയുന്നത്. നമുക്ക് തന്നത് അള്ളാഹു അല്ലേ? അയാൾക്ക് കൊടുക്കാൻ വേണ്ടിയല്ലേ അള്ളാഹു ഇത് തന്നത്. കുറച്ചങ്ങോട്ട് കൊടുത്തു. അവകാശപ്പെട്ടത് ആര് ചോദിച്ചാലും കൊടുക്കും, കൊടുക്കാതിരിക്കൂല. മറ്റു ജനങ്ങൾക്ക് വേണ്ടി അവർ വിധി നടപ്പിലാക്കി സ്വന്തത്തിന് വിധിക്കും പോലെ. സ്വന്തത്തിന് വിധിച്ചാൽ അത് കുറ്റകരമാകരുത്, താങ്ങാൻ കഴിയാത്തതാകരുത്. ജനങ്ങൾക്ക് വിധിക്കുമ്പോഴും അങ്ങനെ തന്നെ എളുപ്പമായത് വിധിക്കും. അതേ 2 നയമില്ലാന്നർത്ഥം. അതുകൊണ്ടാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹുക്മ്, തീരുമാനം രാജാക്കന്മാർക്കിടയിൽ വലിയ ചർച്ചാ വിഷയമായി. മക്കയിലെ ബനൂ മഖ്സൂം ഗോത്രത്തിൽപ്പെട്ട ഒരു സഹോദരി, എന്തോ അവിചാരിതമായിട്ട് ആ സഹോദരിക്ക് സംഭവിച്ചു പോയി ഒരു മോഷണക്കുറ്റത്തിൽ ആ സഹോദരിയുടെ കൈമുറിക്കണം. ആ കുടുംബത്തിന് ഒരു പേരുദോഷം വരുമല്ലോ എന്ന് കരുതിയിട്ട് കുടുംബ തലവന്മാര് 200 ഒട്ടകം വേണമെങ്കിൽ തരാം, 200 ദീനാർ വേണമെങ്കിൽ തരാം, എന്നാലും കൈമുറിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ ഒരു തീരുമാനം നിങ്ങളെ കുടുംബത്തിലെ ഒരു പെണ്ണിന് മാത്രമല്ല. ലൗ അന്ന ഫാത്തിമത ബിൻത മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സരിഖത് ലഖതഅതു യദഹാ, ലോകത്തെ ഏറ്റവും നമ്പർ 1 പെണ്ണ്, ലോകത്ത് 1ാമത്തെ വനിത, സയ്യിദത്തു നിസാഇൽ ആലമീൻ, ലോക വനിതകളുടെ നേതൃപദവി അലങ്കരിക്കുന്ന മഹിളാരത്നം എന്റെ മകള് ഫാത്തിമയാണല്ലോ.
ആ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ മോഷ്ടിച്ചു എന്ന് നിങ്ങൾ സങ്കൽപ്പിച്ചോ, തീരുമാനം മാറൂല. കൈ ഞാൻ മുറിച്ചു കളയും. ആ പെണ്ണിനെ കൊണ്ടുവരാൻ പറഞ്ഞു, കൈ മുറിക്കപ്പെട്ടു. രാജാക്കന്മാര് വട്ടം കൂടി ആലോചിക്കുന്നത് എന്താണെന്നറിയോ? മക്കയിലെ ഏറ്റവും വലിയ ഗോത്രത്തിൽ ഇതുപോലെ ഒരു തീരുമാനം നടപ്പിലാക്കിയെങ്കിൽ നമ്മുടെ ഭരണത്തിന്റെ സിരാ കേന്ദ്രങ്ങളിൽ വൈകാതെ ആ തീരുമാനം വരും, ആ നിയമം വരും, നമ്മൾ മാറിക്കൊടുക്കേണ്ടി വരും. അങ്ങനെ ഹിറോക്ലിയസ് ചക്രവർത്തിയും നജാഷി രാജാവും മുഖൗക്കിസ് രാജാവും മറ്റു രാജാക്കന്മാരും അതിനെ വിലയിരുത്തി. സ്വന്തത്തിന് വിധിക്കും പോലെ മറ്റുള്ളവർക്കും വിധിക്കും, വിധിയിൽ മാറ്റമില്ല. സ്വന്തക്കാരനായതുകൊണ്ട് വേറൊരു വിധി, മറ്റുള്ള ആളായതുകൊണ്ട് വേറൊരു വിധി. ഈ നയം അവർക്കില്ല. അവിടെയാണ് സ്വഹാബിമാര് മുഴുവനും അവരുടെ മക്കൾക്ക് വിധിച്ച വിധിന്യായങ്ങൾ ഹദീസിൽ കാണാം. മറ്റുള്ളവർക്ക് എങ്ങനെയാണോ അല്ല വിധിക്കാൻ പറഞ്ഞത്, അതേ വിധി തന്നെ സ്വന്തം മക്കൾക്കും വിധിച്ചു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ വ്യഭിചരിച്ചപ്പോ അവിവാഹിതനായതുകൊണ്ട്, അവിവാഹിതൻ വ്യഭിചരിച്ചാൽ 100 അടി അടിക്കണ്ടേ? 100 അടിയാണ് ആ ചെറുപ്പക്കാരനെ അടിച്ചത്. 90 ശേഷം ശരീരം അവശത അനുഭവിച്ചപ്പോ സ്വഹാബത്ത് മുഴുവനും നിർത്താൻ പറഞ്ഞപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ മറുപടി, കുറ്റം ചെയ്യാനൊരുങ്ങുമ്പോ പിന്നെ ചെയ്യാമെന്നൊരു മനസ്സ് വന്നില്ലല്ലോ, അതുകൊണ്ട് ശിക്ഷ നീട്ടിവെക്കണ്ട. ബാക്കി 10 കൂടി അടിച്ചു. 99ാമത്തെ അടി കഴിഞ്ഞ് 100ാമത്തെ അടിയിലെത്തുമ്പോ അസ്സലാമു അലൈക യാ അബീ, ഓ എന്റെ ഉപ്പാ, നിങ്ങൾക്കല്ല സലാമത്ത് നൽകട്ടെ. ആ ചെറുപ്പക്കാരൻ മരണപ്പെട്ടുപോയി. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ സ്വന്തം മകനോട് ഈ ഒരു നീതി കാണിച്ചത് കണ്ടില്ലേ? മറ്റുള്ളവർക്കും ഉള്ള വിധിയാണിത്, അതേ വിധി തന്നെയാണ് ഖലീഫയായ എന്റെ മകനും, മാറ്റമില്ല. അവരാണ് അർശിന്റെ തണലിലേക്ക് ആദ്യം കുതിക്കുന്നവർ. ഇവിടെ നന്മയിൽ മുന്നോട്ട് നിന്നവർ ആഖിറത്തിലും മുൻമയിലാണ്. സഹോദരങ്ങളെ, ഹൗദുൽ കൗസറിൽ നിന്ന് ആദ്യം വെള്ളം കുടിക്കുന്നവരാരാണ്? ദുനിയാവിൽ നന്മയുടെ വിഷയത്തിൽ ആദ്യം മുന്നോട്ട് കുതിച്ച മഹാന്മാര്, അവർക്കാണ് ആദ്യം വെള്ളം കൊടുക്കുന്നത്. ഹദീസിൽ കാണാം, വഅവ്വലു വാരിദിഹി, ഹൗലിന്റെ അടുക്കൽ വന്ന് ആദ്യം വെള്ളം കുടിക്കുന്നവര് ഫുഖറാഉൽ മുഹാജിരീൻ, പാവപ്പെട്ട മുഹാജിരിങ്ങളില്ലേ, മക്ക വിട്ട് മദീനയിലേക്ക് പലായനം ചെയ്തവർ, അവർക്കാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പരിശുദ്ധമായ കരങ്ങളെ കൊണ്ട് നക്ഷത്രത്തിന്റെ അധികം എണ്ണം വരുന്ന പാനപാത്രങ്ങളിൽ ഹൗദുൽ കൗസറിൽ നിന്ന് കുടിക്കാൻ കൊടുക്കുന്നത്. അവരെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമുക്കും നൽകട്ടെ. അവരിങ്ങനെ മുന്നോട്ട് കുതിക്കും. എല്ലാ ലെവലിലും ഓല് മുന്നിൽ കാണും. ഒരൊറ്റ സ്ഥലത്ത് പോലും ഒരു പിറകിലുണ്ടാകൂല. വസ്സാബിഖൂന സാബിഖൂൻ. നിങ്ങൾ നോക്ക് എത്രയാണ് അവർ മുന്നേറിയത്. ഞാൻ അതിൽ ഒരു ചെറുപ്പക്കാരനെ മാത്രം പറയാം. മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു മക്കയിൽ ജീവിച്ചപ്പോ നബി തങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, മുസ്അബ് റളിയല്ലാഹുവിനെ കണ്ടിട്ട്, അല്ലാഹുവേ, ഈ മുസ്അബിനെ പോലെ മക്കത്തെ അടിച്ചു പൊളിച്ച് ജീവിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ ഞാൻ കണ്ടിട്ടില്ല. മാ റഅയ്തു ബിമക്കത ഫതൻ അൻഅമ മിൻ മുസ്അബ് ബിൻ ഉമൈർ. മുസ്അബ് റളിയല്ലാഹു അൻഹുവിനേക്കാൾ സുഖലോലുപനായി ജീവിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ മക്കയിൽ ഞാൻ കണ്ടിട്ടില്ല. മഹാനവറുകൾ ഈമാൻ കൊണ്ടതോടെ ബാപ്പ വീട്ടിൽ നിന്ന് പുറത്താക്കി. ഉടുത്ത തുണിയല്ലാതെ മറ്റൊരു തുണി നൽകിയില്ല, ധരിച്ച ചെരുപ്പല്ലാതെ മറ്റൊരു ചെരുപ്പ് നൽകിയില്ല. മുസ്അബ് റളിയല്ലാഹു അൻഹുവിന്റെ വസ്ത്രങ്ങൾ എത്രയുണ്ടോ ഓരോ കൂട്ടത്തിനും ഓരോ ചെരുപ്പുണ്ട്. മക്കയിൽ നടക്കുമ്പോ ഓരോ ദിവസം ഓരോ വാഹനത്തിലാ പോയത്. ഒരു ദിവസം കുതിരയില്, വേറെ ദിവസം കോവർ കൈതയില്, വേറെ ദിവസം കഴുതപ്പുറത്ത്, വേറെ ദിവസം ചുവന്ന ഒട്ടകത്തില്, വേറെ ദിവസം മഞ്ഞ നിറത്തിലുള്ള ഒട്ടകത്തില്. ബാപ്പ ഉമൈർ മഹാപണക്കാരനാണ്.
അങ്ങനെ നബിതങ്ങൾ ഇങ്ങനെ കാണല്ലേ, ഇങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിക്കുന്ന ഒരു ചെറുപ്പക്കാരന് അള്ളാഹു പരിവർത്തനം നൽകിയത് ഈമാൻ കൊണ്ടാണ്. മദീനയിൽ വന്നപ്പോ നബിതങ്ങൾ കണ്ടിട്ട്, അള്ളാഹുവിന്റെ ഹബീബ് ഇങ്ങനെ കണ്ടിട്ട് സ്വഹാബത്തിനോട് പറഞ്ഞു, മുസ്അബ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം ആട്ടിൻ തോലണിഞ്ഞിട്ട് മദീനത്തെ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വന്നു. നമുക്ക് ആർക്കെങ്കിലും അനുഭവം പറയാൻ പറ്റുമോ? നമ്മുടെ നാട്ടിലെ വാപ്പാർക്കും ഉപ്പാപ്പാർക്ക് ആർക്കെങ്കിലും ആട്ടിന്റെ തോല് ഊറക്കിട്ട് ശുദ്ധിയാക്കിയിട്ട് അതിന്റെ കയ്യും കാലും കൂട്ടിക്കെട്ടിയിട്ട് വസ്ത്രമാക്കിയിട്ട് മദീനത്തെ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വന്നു. ആ രംഗം ഇങ്ങനെ കണ്ടപ്പോ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉൻദുറൂ ഇലാ ഹാദാ, ഈ മുസ്അബ് റളിയല്ലാഹുവിലേക്കൊന്ന് നോക്കൂ സഹോദരങ്ങളെ. കൈഫ ഫഅല ബിഹിൽ ഈമാൻ, ഈമാൻ അദ്ദേഹത്തിൽ വരുത്തിയ പരിവർത്തനം എങ്ങനെയാണ്? എത്ര സുഖത്തിൽ മക്കത്ത് കഴിയാം, ഏക്കർ കണക്കിന് തോട്ടമില്ലേ ബാപ്പക്ക്, ബാപ്പന്റെ സ്വത്ത് മാത്രം മതി അടിച്ചു പൊളിച്ച് ജീവിക്കാൻ, സമ്പാദ്യത്തിന് പോകണ്ട, തൊഴിലിന് പോകണ്ട, വേതനത്തിന് പോകണ്ട. പക്ഷേ കൈഫ ഫഅല ബിഹിൽ ഈമാൻ, ഈമാന് വരുത്തിയ മാറ്റം എത്ര വലുതാണ്. വഫാത്താകുന്നത് എവിടെ വെച്ചാണ്? ഉഹുദിൽ വെച്ചല്ലേ. ഷഹീദാകുന്ന സമയത്ത് ധരിച്ചിരുന്ന വസ്ത്രം കഫംപുടയായിട്ട് ധരിപ്പിക്കുമ്പോ ശരീരം മുഴുവനും മറക്കാൻ അത് തികയുന്നില്ല. തലമറച്ചാൽ കാല് വെളിവാവുകയാണ്, കാല് മറച്ചാൽ തലവെളിവാവുകയാണ്. അവസാനം അതുകൊണ്ട് തലമറച്ചിട്ട് കാലിന്റെ ഭാഗത്ത് രാമച്ച പുല്ല് വെച്ചിട്ട് നിറച്ചിട്ടാണ് മുസ്അബ് തങ്ങളെ ഖബറടക്കിയത്. കഫംപുട കൊടുത്തത് പുല്ലാണ്. ആ മുസ്അബ് തങ്ങള് നാളെ ആഖിറത്തിൽ അർശിന്റെ തണലിലേക്ക് കുതിക്കുന്നത് കാണാം, വെള്ളത്തിന്റെ അടുത്തേക്ക് മുന്നോട്ട് നടക്കുന്നത് കാണാം, സിറാത്തിന്റെ പാലത്തിലൂടെ കുതിക്കുന്നത് കാണാം. വസ്സാബിഖൂന അസ്സാബിഖൂൻ, ഇവിടെ നന്മയുടെ നനോന്മുഖങ്ങളിൽ കുതിച്ച് മുന്നേറിയവർ ആഖിറത്തിലും മുന്നേറുന്നവരാണ്. അവരാരാണ് എന്ന വിഷയത്തിലുള്ള ഒരു ഹദീസാണ് ഞാൻ നേരത്തെ വായിച്ചത്. അമ്പിയാക്കളാണ് എന്ന് തഫ്സീറിൽ കാണാം. അതേ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വരുന്നതിന്റെ മുമ്പ് നബിതങ്ങളെ വിശ്വസിച്ച് മരിച്ചുപോയ ഒരുപാട് മഹാന്മാരുണ്ട്. അത് നബിതങ്ങൾക്ക് മാത്രമേ പ്രത്യേകത ഉള്ളൂ. മുമ്പ് കാലത്തുള്ള നബിമാരൊക്കെ വന്നിട്ടാണ് ആൾക്കാർ വിശ്വസിച്ചത്. വരുന്നതിന് മുമ്പ് വിശ്വസിച്ചൊരു നബി ആരാ? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ വരുന്നതിന്റെ 900 കൊല്ലം മുമ്പ് ജീവിച്ച ആളാണ് യമനിലെ രാജാവായ തുബ്ബ രാജാവ്. ആ തുബ്ബ രാജാവ് നബി തങ്ങളെ കൊണ്ട് വിശ്വസിച്ച് വരുന്ന നബിയിലേക്ക് 900 കൊല്ലം മുമ്പ് ഒരു കത്ത് എഴുതിയിട്ട് മദീനയിൽ കൊടുത്തിട്ടാണ് തുബ്ബ രാജാവ് യമൻക്ക് പോയത്. ആ കത്തിലുള്ളത്, ഞാൻ നിങ്ങളെ വിശ്വസിച്ചിട്ടുണ്ട്, ആഖിറത്തിൽ ശഫാഅത്ത് ചെയ്യുമ്പോ എന്നെ മറക്കരുത് എന്ന് തുബ്ബ രാജാവ് അന്ന് എഴുതിയത്. എത്ര കൊല്ലം മുമ്പാ? തങ്ങൾ ജനിക്കുന്നതിന്റെ 900 കൊല്ലം മുമ്പ്. അതിന്റെ 600 കൊല്ലം മുമ്പ് വിടവാങ്ങിയ ആളാണ് സ്വാഹിബു യാസീൻ. സ്വാഹിബു യാസീൻ എന്ന പേരിൽ അറിയപ്പെടുന്ന, വിശ്വാസത്തിന്റെ പേരിൽ ശത്രുക്കൾ കല്ലേറുകൊണ്ട് ചവിട്ടിയിട്ട് കുടൽമാല പുറത്തേക്ക് തള്ളിയ ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹു മരണം സംഭവിക്കുന്ന ഉടനെ തന്നെ ഖീല ദുഖുലിൽ ജന്ന ഖാല യാ ലൈത ഖൗമി യഅലമൂന ബിമാ ഗഫറ ലീ റബ്ബി വജഅലനി മിനൽ മുക്രമീൻ. മരണം സംഭവിക്കുമ്പോ അല്ല പറഞ്ഞു, സ്വർഗത്തിലേക്ക് അങ്ങ് കടന്നോളൂ. അപ്പോഴും മഹാനവറുകളെ ചിന്ത, റബ്ബേ എന്നെ അറിയാതെ, എന്റെ വിശ്വാസത്തെ പറ്റി ശരിക്ക് പഠിക്കാതെ കല്ലെറിഞ്ഞ ജനവിഭാഗമില്ലേ, അവരെനിക്ക് അള്ളാഹു തന്ന അനുഗ്രഹം അറിഞ്ഞിട്ട്, ആദരവറിഞ്ഞിട്ട് അവരൊന്ന് വിശ്വസിച്ചിരുന്നെങ്കിൽ അപ്പോഴും താല്പര്യപ്പെടുന്നത് തന്നെ വേട്ടയാടിയ സമൂഹത്തിന്റെ ദുരന്തത്തിന് വേണ്ടിയല്ല, അവരെ സുന്ദരമായ ഭാവിക്ക് വേണ്ടിയാണ്. ആ ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹു നബി തങ്ങളെ വിശ്വസിച്ചിട്ടുണ്ട്. അത് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാമിന്റെ ദൂതന്മാരോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വിശ്വാസത്തിലേക്ക് കുതിച്ചു വന്നവർ
അല്ലെങ്കിലോ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ ആദ്യം വിശ്വസിച്ചത് ആരാണ്? നിരുപാധികം പറഞ്ഞാൽ ആദ്യത്തെ വിശ്വാസി സയ്യിദത്തുനാ ഖദീജത്തുൽ കുബ്രാ റളിയല്ലാഹു അൻഹയാണ്. പിന്നെ മുന്നോട്ട് വന്നവരില്ലേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തുടങ്ങിയ മഹാന്മാരാണ്. ഇതിൽ നമുക്ക് വല്ല ചാൻസും ഉണ്ടോ? ഉണ്ട്. പുരുഷന്മാരോട് പറയട്ടെ, സ്ത്രീകളോടും ഞാൻ പറയാം. വസ്സാബിഖൂന സാബിഖൂൻ എന്നതിന്റെ ഒരു തഫ്സീർ കാണാം. അതേ ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അബീ സൗദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ തഫ്സീറാണ്. മുന്നോട്ട് കുതിച്ചവർ ആഖിറത്തിനു മുൻപന്തിയിലാണ്. ആരാണ് ഇവിടെ മുന്നോട്ട് കുതിച്ചവർ? അവ്വലുഹും റവാഹൻ ഇലൽ മസ്ജിദി, പള്ളിയിലേക്ക് ആദ്യം പോയി എത്തിയവർ. അവ്വലുഹും ഖുറൂജൻ ഫീ സബീലില്ലാഹ്, അള്ളാന്റെ മാർഗത്തിൽ ആദ്യം പുറപ്പെട്ടവർ. ആദ്യം പള്ളിയിലെത്തിയ ആൾക്കാർ, വെള്ളിയാഴ്ച ജമാഅത്തിന് സുബൈക്ക് ഒക്കെ പള്ളിയിലേക്ക് ആദ്യം എത്തുന്ന ആൾക്കാരില്ലേ, അവർക്ക് ആദ്യത്തെ മുൻഗണനയുണ്ട്. മുൻഗണനാ ക്രമം ആഖിറത്തിലുണ്ട്. ഇവിടെ നന്മയിൽ മുന്നോട്ട് നിന്നവർ, സഹോദരിമാരെ കുറക്കണ്ട. എന്തെങ്കിലും ഒരു വിഷയം പറയുമ്പോൾ നമ്മൾ ആദ്യം അതിൽ മുൻപന്തിയിൽ നിൽക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അങ്ങനെ കുറെ ആൾക്കാർ, പഴയ കാലത്തെ നമ്മുടെ ഉപ്പാപ്പമാരൊക്കെ അവരൊക്കെ ആ വിഷയത്തിൽ മുൻപന്തിയിൽ പോകും. കാരണം എന്താ? അന്നത്തെ നമ്മളെ നാട്ടിൽ ഏറ്റവും പരമദരിദ്രമായ അവസ്ഥയിൽ ഈ കാണുന്ന സൗകര്യങ്ങളും അന്നത്തെ വാതിൽ ഉണ്ടാവില്ല. ഉണ്ടാകുമോ? ഒരു ലൈറ്റ് ഇവിടെ കത്തിച്ച് വെച്ചിട്ടുണ്ടാവും. പഴയ കാലത്തെ വാതിൽ എന്താ ലൈറ്റിന് പറയാം? അതന്നെ പെട്രോൾ മാക്സ്, അത് കത്തിച്ചിട്ടുണ്ടാവും. അത് എപ്പോഴാണ് കിടന്നത് അപ്പൊ വാല് നിർത്തും. അങ്ങനെ പഴയ കാലത്തെ വാലങ്ങനെ. സുബ്ഹാനല്ലാഹ്, ഈ വാല് കേൾക്കാൻ ഈ നാടിന്റെ പല ഭാഗത്തുനിന്നും ചൂട്ട് കത്തിച്ച് വന്നവർ, ആ വന്നിരിക്കുന്ന നമ്മളെ ബാപ്പാരോടും ഉമ്മാരോടൊക്കെ അന്നത്തെ ഉസ്താദുമാര് ദീനിന് വേണ്ടി എന്താ തരാന്നിങ്ങനെ ചോദിക്കുമ്പോ അവർക്കാകെ ജീവിത മാർഗത്തിന് 10 തെങ്ങേ ഉള്ളൂ. അപ്പൊ അവര് പറയും, വീട്ടിലെ ആൾക്കാരെ മെമ്പർമാരെ എണ്ണം നോക്കിയിട്ട് 7 എണ്ണം, 7 എണ്ണത്തിന് ഓരോ തെങ്ങ്, 3 തെങ്ങുകൾ കൊണ്ടുപോയിക്കോളി. വീട്ടിലെ മെമ്പർമാർ 7, അവർക്കാകെ ഉപജീവന മാർഗത്തിന് 10 തെങ്ങാണ്. അപ്പൊ എന്താ ഉപ്പാപ്പാർ കണക്കാക്കുന്നത്? ഓരോരുത്തർക്ക് ഓരോ തെങ്ങ്, 3 തെങ്ങ് പോയിക്കോട്ടെ പള്ളിക്ക്. അവരൊക്കെ എത്ര പെട്ടെന്ന് പാലം കിടക്കും അറിയോ നിങ്ങൾ? ഉള്ള തുച്ഛം ലാഭത്തിൽ നിന്ന് ദീനിന് വേണ്ടി കൊടുത്തവർ ഒരുപാടുണ്ട്. അള്ളാഹു അതൊക്കെ കബൂലാക്കി കൊടുക്കട്ടെ. നമ്മളെ വാപ്പാപ്പാരെ സംബന്ധിച്ചു കൊടുക്കുമ്പോൾ ഇല്ലായ്മയിൽ നിന്ന് അവർ കൊടുത്തവരാണ്. നമ്മൾ മുന്നോട്ട് നിൽക്കണം ആ വിഷയത്തിൽ. നാട്ടിലൊക്കെ ഒരാൾക്ക് സുഖമില്ലാന്ന് കേട്ടാൽ, അയാൾക്ക് ട്രീറ്റ്മെന്റിന് പണം വേണമെന്ന് കേട്ടാൽ നമ്മൾ അമാന്തിച്ച് നിൽക്കാൻ പാടില്ല, നല്ലോണം കൊടുക്കണം. ആദ്യം കൊടുക്കുന്നവർ നമ്മളാകണം. അതിന് ജാതി മത ഭേദമന്യേ കൊടുക്കണം. കാരണം ഒരു മനുഷ്യന്റെ ജീവൻ രക്ഷപ്പെടുത്താനാണ്. ഈ നാട്ടിൽ ഒരു മനുഷ്യൻ സുഖമില്ലാതെ കിടന്നു, ഏത് മതക്കാരനായിക്കോട്ടെ മനുഷ്യനല്ലേ, അയാൾക്ക് ട്രീറ്റ്മെന്റ് വേണ്ടേ? അപ്പോൾ നമ്മൾ നാട്ടിലൊരു പരസ്യം വെച്ചു, നമ്മളെ നാട്ടിലെ ഇന്ന ആൾക്ക് സുഖമില്ല, അയാൾക്ക് ട്രീറ്റ്മെന്റിന് അടുത്ത മാസം പോകണം, 10 ലക്ഷം ചെലവാണ്, കഴിയുന്നവരൊക്കെ സഹായിക്കണമെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ആലോചിച്ച് നിൽക്കണ്ട. നമ്മളെ കൊണ്ട് എന്താ കഴിയുക? ഫസ്റ്റ് തുക നമ്മൾ കൊടുക്കുമ്പോൾ അക്കഴിയുന്നത് 1000 ആണെങ്കിലും ഫസ്റ്റ് എത്തിയത് ആരാ? അവിടെയാണ് നോട്ടം. കൊടുക്കാൻ കഴിയുന്നത് നമ്മളെ കൊണ്ട് 1000 ഉള്ളൂ. പക്ഷെ നമ്മളാണ് ആദ്യം കൊണ്ടുപോയി കൊടുത്തത്. അതിനൊരു സ്ഥാനല്ലേ? അതിന് സ്ഥാനമല്ലാതെ അതിന് സ്ഥാനമുണ്ട്, അതിന് വലിയ ബഹുമാനുണ്ട്. അവിടെയാണ് വസ്സാബിഖൂന, ദുനിയാവിൽ നന്മയിലേക്ക് മുൻകടന്നവർ. മൊത്തം വിശദീകരിച്ചിട്ട് ഹാഫിദ് ഇബ്നു കസീർ പറഞ്ഞു, ഫമൻ സാബഖ ഇലാ ഹാദിഹി ദുനിയാ, ദുനിയാവിലേക്ക് മുൻകടന്നവർ. അതേവ സബഖ ഇലൽ ഖൈരി, നന്മയിലേക്ക് മുൻകടന്നവർ. കാന ഫിൽ ആഖിറതി, ആഖിറത്തിലും അവർ മിനസ്സാബിഖീന ഇലൽ കറാമാ, ബഹുമാനത്തിലേക്ക് മുന്നോട്ട് കുതിക്കുന്നവരാണ്, സ്വർഗത്തിലേക്ക് മുന്നോട്ട് കുതിക്കുന്നവരാണ്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബദറിന്റെ പോരാട്ട ഭൂമിയിൽ, ഉമ്മമാരെ ഒരു ഖൈറിലും പുറകോട്ട് നിൽക്കണ്ട, നമ്മളൊക്കെ ചിന്ത വേണം. ഖുർആനോത്തിൽ ഈ നാട്ടിലേറെ മുന്നിലെത്തുന്ന ആള് ഞാനാകണം, നിസ്കാരത്തിൽ മുന്നിലെത്തുന്ന ആള് ഞാനാകണം, സുന്നത്ത് നിസ്കാരത്തിൽ മുന്നിലെത്തുന്ന ആള് ഞാനാകണം, നോമ്പിൽ മുന്നിലെത്തുന്ന ആള് ഞാനാകണം, സ്വതക്കയിൽ മുന്നിലെത്തുന്ന ആള് ഞാനാകണം, സാമൂഹ്യ പ്രവർത്തനത്തിൽ മുന്നിലെത്തുന്ന ആള് ഞാനാകണം. എന്തെല്ലാം ഖൈറുണ്ടോ അതിലൊക്കെ മുന്നിലേക്ക് കുതിക്കണം, പിറകോട്ടൊന്നും നിൽക്കണ്ട. വെള്ളിയാഴ്ചയാകും ഏറ്റവും തോന സ്വലാത്തിൽ നിന്നാള് ഞാനാകണം, ഏറ്റവും അധികം മൽക്കേഫ് ഓതുന്ന ആള് ഞാനാകണം, പള്ളിയിൽ ആദ്യം എത്തുന്ന ആള് ഞാനാകണം, ഒട്ടകത്തിന്റെ കൂലി വാങ്ങുന്ന ആള് ഞാനാകണം. ഇങ്ങനെ തുടങ്ങി ഓരോ ദിവസത്തിലും ഓരോ രാത്രിയിലും
പ്രത്യേക സന്ദർഭങ്ങളിൽ പ്രത്യേകിച്ചുമുള്ള അമലുകളില്ലേ, അതിലൊക്കെ മുന്നോട്ട് കുതിക്കുന്നവരാകണം. നബിതങ്ങൾ ബദറിലേക്ക് പോകുമ്പോ സ്വഹാബത്തിനെ വിളിച്ചു പറഞ്ഞു, സ്വഹാബാ ഖൂമൂ ഇലാ ജന്ന അർളുഹസ് സമാവാതു വൽ അർളു. ഒരു സ്വർഗത്തിലേക്ക് എല്ലാവരും എണീറ്റോളൂ. ആ സ്വർഗത്തിന്റെ വിശാലത ആകാശഭൂമിയോളം വിശാലമാണ്. അപ്പോഴതാ ബഹുമാനപ്പെട്ട ഉമൈർ ബിനുൽ ഹുമാമിൽ അൻസാരി റളിയല്ലാഹു അൻഹു, ഉമൈർ ബിനുൽ ഹുമാം തങ്ങൾ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, ജന്നത്തുൻ അർളുഹസ് സമാവാതു വൽ അർളു, ആകാശഭൂമിന്റെ വിശാലതയുള്ള സ്വർഗമോ? അതേ ഉമൈറേ, ആകാശഭൂമിന്റെ വിശാലതയുള്ള സ്വർഗമാണ്. അത് കേട്ടപ്പോഴെന്നെ ബഹിൻ ബഹിൻ, ഹൈ എന്തൊരു സ്വർഗം, ആ സ്വർഗം എന്തൊരു സന്തോഷമാണ്. തുള്ളിക്കളിച്ച് ആവേശത്തിന്റെ വാക്ക് പറഞ്ഞപ്പോ, ലാ വല്ലാഹി യാ റസൂലല്ലാഹ്, ഇല്ല നബിയേ, എനിക്ക് പറ്റൂല, ആ സ്വർഗത്തിലൊരു മെമ്പർഷിപ്പ് എടുക്കാതെ എനിക്കിനി മുന്നോട്ടില്ല. അങ്ങനെ പറഞ്ഞു തുള്ളിച്ചാടിയപ്പോ തങ്ങൾ പറഞ്ഞു, ഫഇന്നക മിൻ അഹ്ലിഹാ, നിങ്ങൾ ആ സ്വർഗത്തിന്റെ ആള് തന്നെയാണ്. അപ്പോൾ മഹാനവറുകൾ കയ്യിൽ പിടിച്ചിട്ട്, അതേ നോമ്പൊഴിവാക്കി, ക്ഷീണല്ലേ, നോമ്പൊഴിവാക്കിയിട്ടുണ്ട്, വളരെ ചെറുപ്പമല്ലേ, കാരക്ക ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കാരക്ക കയ്യിൽ നിന്നെടുത്തിട്ട് പുറത്തേക്ക് അങ്ങ് ഇട്ടിട്ട് മഹാനവറുകൾ പറയുന്നു, ലഇൻ ഹൈതു ഹത്താ അകുല തംറാതി ഹാദിഹി ഇന്നഹാ ലഹയാതുൻ ത്വീലാ. ഇക്കാരക്ക ചൊളകൾ മുഴുവനും തിന്ന് തീർക്കുന്ന അത്രയും കാലം ഞാൻ ജീവിക്കുമ്പോ അതൊരു സുദീർഘ ജീവിതമാണല്ലോ. പെട്ടെന്ന് ഞാൻ ആ സ്വർഗത്തിലേക്ക് കുതിക്കട്ടെ. കാരകളൊക്കെ കയ്യിൽ നിന്ന് ഇട്ടു, നേരെ പോയി യുദ്ധം ചെയ്ത് ഷഹീദായി. അവർ സ്വർഗത്തിലേക്ക് മുന്നോട്ട് കുതിച്ചവരാ. നന്മയുടെ ഒരു മുഖത്തും അവർക്ക് കുറവില്ല. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏത് കാര്യങ്ങൾ ചോദിച്ചാലും സ്വഹാബത്ത് മുന്നോട്ട് കുതിച്ചു. അവിടെയാണല്ലോ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുന്നോട്ട് കുതിച്ചതും അങ്ങനെയല്ലേ. ഒരു ഹദീസ് കാണാം, ഞാൻ അതുകൂടി വിശദീകരിച്ച് ഇന്ന് നിർത്തുകയാണ്. നാളെ നമ്മുടെ പരിപാടി ഇൻഷാ അല്ലാഹ് 8 മണിക്ക് ആരംഭിക്കും. ഞാൻ ഇന്ന് പുറപ്പെടാൻ കുറച്ച് വൈകി, അവിടെ ചില്ലറ തിരക്ക് കാരണം. അതുകൊണ്ട് നാളെ നേരത്തെ തന്നെ എത്തും. കഴിഞ്ഞ വർഷം നേരത്തെ എത്തിയതുപോലെ 8 മണിക്ക് ഇൻഷാ അല്ലാഹ് പ്രഭാഷണം ആരംഭിക്കും. വൈകാതെ തന്നെ 10-10:15 നിർത്തുന്ന സമയം കുറച്ച് ഏറെ ആയി പോയിട്ടുണ്ട്. ഇതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ബാക്കി ഭാഗങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് നാളെ പറയും. സാബിഖീങ്ങൾ, ഖൈറിലേക്ക് മുൻപന്തിയിൽ നിന്നവർ, ഈ നാട്ടിൽ നല്ലോണം ഖൈർ ചെയ്ത ആൾക്കാർ, നമ്മൾ പ്രതീക്ഷിക്കാത്ത ആൾക്കാർ ഒരുപാടുണ്ടാവും. ഒരുപാട് ആൾക്കാരുണ്ടാവും. ഒരാൾക്കും ഒരു ഷർറും ചെയ്യാതെ ഒരുപാട് ഖൈർ ചെയ്ത ആൾക്കാർ എത്ര ഉണ്ട്. ചിലരൊക്കെ പറയല്ലോ, ഉസ്താദെ അയാൾ അങ്ങനെ വലിയൊരു നിസ്കാരക്കാരും കാര്യമൊന്നുമില്ലെങ്കിലും അയാളെ നാവുകൊണ്ട് ആർക്കെങ്കിലും ഒരു പരിക്ക് പറ്റിയെന്ന് ഞമ്മക്കാർക്കും പരിചയമല്ല. അയാൾ നന്മയിലേക്ക് മുന്നോട്ട് നിന്ന ആളാണ്. നാവ് കേടുവരുത്താതെ മുന്നോട്ട് നിന്ന ആളല്ലേ. അയാളെപ്പോലെ ഈ നാട്ടിൽ സുബീന്റെ ജമാഅത്തിൽ പഴക്കം ചെന്ന ആളുണ്ടാവില്ല എന്ന് ചിലപ്പോൾ ചിലരുടെ സ്ഥലത്ത് പറയും. അപ്പൊ പ്രായം ചോദിച്ചു നോക്കുമ്പോൾ 80 വയസ്സായിട്ടുണ്ട്. എപ്പോഴാ സുബൈക്ക് ജമാഅത്തിന് പോകാൻ തുടങ്ങിയത്? 25-ാം വയസ്സ് തുടങ്ങിയതാ. കൂട്ടി നോക്കുമ്പോ എത്ര കൊല്ലത്ത് സുബിയായി ജമാഅത്തിട്ടുണ്ട്. അങ്ങനെ പഴക്കം ചെന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുന്ന നല്ലവരുണ്ട്. അവരൊക്കെ ആഖിറത്തിൽ സ്വർഗത്തിലേക്ക്, നല്ല സന്തോഷത്തിലേക്ക് കുതിച്ചു പോകുമ്പോൾ നമ്മൾ പിറകിലായി പോകരുത്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുബ്ഹി നിസ്കാരം കഴിഞ്ഞിട്ട് സ്വഹാബത്തിനോട് ചോദിച്ചല്ലോ. സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് സ്വഹാബത്ത് ഇങ്ങനെ സുഫിലിരിക്കുക. തങ്ങളെ ചോദ്യം, മൻ അസ്ബഹ മിൻകുമുൽ യൗമ സ്വാഇമ, ഇന്ന് നിങ്ങളെ കൂട്ടത്തിൽ നോമ്പ് നോറ്റത് ആരുണ്ട്? അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ ഇന്ന് നോമ്പ് നോൽക്കാൻ എനിക്ക് തോന്നിയില്ല. ഇന്നലെ ചോദിച്ചിരിക്കാണ് ഞാനും നിൽക്കുമായിരുന്നു. എണീറ്റ് നോക്കുമ്പോൾ ഒരാൾ മാത്രം ഉണ്ട്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹു മനസ്സിൽ വിഷമം കൊണ്ട് പറഞ്ഞാണ്, ഇന്നലെ എങ്ങാനുമാണ് ഈ ചോദ്യമെങ്കിൽ ആ എണീക്കുന്ന അപ്പുറത്ത് എനിക്കും എണീക്കാമായിരുന്നല്ലോ. പക്ഷെ ഇന്ന് എന്താണെന്നറിയില്ല, എനിക്ക് നോമ്പെടുക്കാൻ തോന്നിയില്ല. ഫഅസ്ബഹതു മുഫ്തിറൻ, ഇന്ന് ഞാൻ നോമ്പില്ലാത്ത ആളാണ്. ഇന്നലെ എനിക്ക് നോമ്പുണ്ടായിരുന്നു. ഇന്നലെ തങ്ങൾ ചോദിച്ചില്ലല്ലോ, ഇന്നലെ ചോദിച്ചു, ഞാൻ എന്ത് ചെയ്യാനാ? രണ്ടാമത്തെ ചോദ്യം, എപ്പോഴാണ് സുബഹി നിസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ടില്ല. നബി തങ്ങൾ ചോദിക്കുന്നു, ഹൽ മിൻകും അഹദുൻ അല്ലൗ മഅദ മരീളൻ,
ഇന്ന് നിങ്ങളെ കൂട്ടത്തിൽ രോഗിയെ കണ്ടാരെങ്കിലും ഉണ്ടോ? അപ്പൊ സ്വഹാബത്ത് ചോദിച്ചു, ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, നിസ്കരിച്ചിട്ടല്ലേ ഉള്ളൂ? രോഗിയെ കാണാൻ പുറത്തിറങ്ങണ്ടേ? നിസ്കരിച്ചിട്ടല്ലേ ഉള്ളൂ? സുബഹി നിസ്കാരത്തിന് വന്നതല്ലേ? സുബഹി നിസ്കാരത്തിന് വന്നതല്ലേ? പുറത്തിറങ്ങിയിട്ടല്ലേ അന്വേഷിക്ക. പുറത്തു പോകുമ്പോൾ ആൾക്കാർ പറയും, പിന്നെ ഇന്നലൊക്കെ ജമാഅത്തിന് കണ്ട മറ്റേക്ക് സുഖമല്ല, നമ്മൾ പോയൊക്കെല്ലേ? ആൾക്കാർ പോകും. അതിന് ഞങ്ങൾ നിസ്കരിച്ച് ഇവിടെ ഇരിക്കുന്നല്ലേ ഉള്ളൂ. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ എണീറ്റ് നിന്നു, ചോദിച്ചു, നിങ്ങൾ ആരെയാണ് കണ്ടുവന്നത്? ആ സമയത്ത് മഹാനവർകൾ പറഞ്ഞു, ഇന്ന് ഞാൻ ജമാഅത്തിന് വരുമ്പോ ഭാര്യ കതകിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു സുഖല്ല, നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? ഇല്ല, ഞാൻ അറിയില്ല എന്ന് പറഞ്ഞു. ആ വിവരം കേട്ട് ഞാൻ ഇങ്ങനെ വരുമ്പോ ജമാഅത്തിന് വരുന്ന വഴിയിലാണ് വീടുള്ളത്, ഞാൻ അവിടെ കയറി കണ്ടിട്ടാണ് ജമാഅത്തിന് വരുന്നത്. നിങ്ങൾ നോക്കാ, വരവിൽ കിട്ടുന്ന വലിയൊരു ഭാഗ്യം. ഒന്നും പിന്നെ പിന്നേന്ന് വെക്കാറില്ല, മുന്നോട്ട് കുതിക്കുകയാണ്. നമ്മളെ നാട്ടിൽ നമുക്ക് ബന്ധപ്പെട്ട ആള് ഹോസ്പിറ്റലിലാന്ന് പറഞ്ഞാൽ അല്ലാഹ് ശിഫ കൊടുട്ടെ, ആളൊന്ന് പോയി കാണായിരുന്നു. കണ്ടുവന്ന ആൾക്കാർ പറഞ്ഞു, നിങ്ങൾ കണ്ടോ? ഇല്ല, സീരിയസ് ആട്ടോ, ഇൻഷാ അല്ലാഹ് നാളെ തന്നെ പോണം എന്ന് നമ്മൾ അയാളോട് പറഞ്ഞു, തൽക്കാല ആശ്വാസത്തിന് വേണ്ടി. അയാൾ നാളെ പോകുന്ന കരുതി അയാൾ പോയി. വേറെ ആൾ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ചോദിച്ചിരുന്നു, നിങ്ങൾ അയാൾ വലിയ ബന്ധമുള്ള ആളാണല്ലോ, അങ്ങാടിയിലൊക്കെ വരുമ്പോൾ ഒരു ചായയൊക്കെ നിങ്ങൾ വാങ്ങിക്കൊടുക്കലുണ്ട്, ഇങ്ങോട്ടും വാങ്ങി തരലുണ്ട്, അങ്ങനെ വലിയൊരു സൗഹൃദ ബന്ധം നിങ്ങൾക്ക് ഉണ്ടല്ലോ, പലപ്പോഴും ഒരുമിച്ച ആളെ കാണല്, നിങ്ങൾ പോയില്ലേ? പോകണം, ചെറിയ തിരക്കൊക്കെ ഉണ്ടായിരുന്നു, ഇൻഷാ അല്ലാഹ് നാളെ പോകാന്ന് കരുതുന്നു. അങ്ങനെ ഈ നാളെ എന്നുള്ള ആ ഒരു ടിക്കറ്റിന്റെ ശബ്ദം ഉണ്ടല്ലോ, നാളെ ഇതങ്ങനെ നീണ്ടുപോയി. നീണ്ടങ്ങനെ പോയി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അയാൾ മരിച്ചു. മരിച്ചപ്പോ ഇയാള് പറഞ്ഞു, ഞാൻ ഇന്ന് പോകാൻ കരുതിയിരുന്നു. ഇന്ന് തന്നെ അയാൾ മരിച്ചുപോയി. മരിച്ച അന്ന് പറയാം, ഞാൻ ഇന്ന് പോകാൻ കരുതിയിരുന്നു, ഇന്ന് എല്ലാ തിരക്കും മാറ്റിച്ചിരുന്നു, ഇന്ന് അയാൾ മരിച്ചുപോയി. അത് നമ്മുടെ ഒരു അലംഭാവത്തിന്റെ വർത്തമാനമാണ്. മുന്നോട്ട് കുതിക്കുന്ന ആളുകളാണെങ്കിൽ കിട്ടിയ ടൈം ഉപയോഗപ്പെടുത്തി ഉടനെ പോകും, എന്നിട്ട് കാര്യങ്ങൾ അന്വേഷിക്കും, വിഷയങ്ങൾ ചോദിക്കും, ദുആ ചെയ്തു വരും. സുബഹി നിസ്കാരത്തിന് വരുമ്പോ കിട്ടിയ വിവരം നിസ്കാരം കഴിഞ്ഞിട്ട് പോകാന്ന് കരുതിയില്ല. ഭാര്യ വാതിലിരിക്ക വന്ന് പറഞ്ഞാണ്, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് തങ്ങൾക്ക് സുഖമില്ലട്ടോ, നിങ്ങൾ അറിഞ്ഞോ? ഇല്ല. ആ അറിവ് അപ്പ കിട്ടിയിട്ട് പള്ളിയിലെത്തുന്നതിന്റെ മുമ്പ് കണ്ടുവന്നു. സിദ്ദീഖ് തങ്ങൾക്ക് ചിന്തിച്ചൂടെ, സുബഹിസ്കാരം കഴിഞ്ഞിട്ട് പോയാൽ മതി? സുബഹിസ്കാരം കഴിഞ്ഞിട്ടില്ലെങ്കിലോ? സുബഹിസ്കാരം കഴിഞ്ഞിട്ട് ഞാൻ ഇല്ലെങ്കിലോ? എന്തൊരു കുതിപ്പാണ്. മൂന്നാമത്തെ ചോദ്യം കേൾക്കുമ്പോ ഒന്നുകൂടി അത്ഭുതം തോന്നും. ഹൽ മിൻകും അഹദുൻ അത്അമൽ യൗമ മിസ്കീനാ, ഇന്ന് നിങ്ങളെ കൂട്ടത്തിൽ ആരെങ്കിലും ഒരു മിസ്കീന് ഭക്ഷണം കൊടുത്തിട്ടുണ്ടോ? അപ്പോഴും ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, ഞങ്ങൾ നിസ്കരിച്ചിരിക്കല്ലേ, പുറത്തിറങ്ങിയിട്ടില്ലല്ലോ, പിന്നെ ഞങ്ങൾ എങ്ങനെ ഭക്ഷണം കൊടുക്കാനാണ്? അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, ഞാൻ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ചോദിച്ചു, എങ്ങനെ നിങ്ങൾ കൊടുത്തു എന്ന് പറയല്? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ വീട്ടിൽ നിന്ന് ജമാഅത്തിന് വരുമ്പോ എന്റെ നേരെ പിന്നിൽ എന്റെ മകനും ഉണ്ട്, അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു ഉണ്ട്, സിദ്ദീഖ് തങ്ങളെ മോനാണ്. അക്കുട്ടിന്റെ കയ്യിൽ ഒരു പത്തിരി ഉണ്ട്. കുട്ടികൾ അങ്ങനെയാണല്ലോ, കിട്ടുന്നിടത്ത് പോലുമല്ലോ പോരെന്ന്. ഒരു പത്തിരി കഷ്ണമുണ്ട്. പള്ളിയോട് അടുത്തെത്താ നേരത്ത് എനിക്ക് പരിചയമില്ലാത്ത ഒരു പാവപ്പെട്ട മിസ്കീനെ ഞാൻ കണ്ടു, ഒരു യാചകനെ. ആ പത്തിരി കഷ്ണം വാങ്ങിയിട്ട് ഞാൻ അയാൾക്കങ്ങ് കൊടുത്തു. സുബഹി നിസ്കാരത്തിന് വരുന്ന സമയത്ത് എന്തെല്ലാം നന്മകളിലേക്കാണ് കുതിച്ചത്. ഇത് മൂന്നും പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഫഅബ്ശിർ ബിൽ ജന്ന, സിദ്ദീഖേ, സ്വർഗം കൊണ്ട് സന്തോഷിച്ചോളൂ. ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ ശ്വാസം അയക്കിയിട്ട് പറഞ്ഞു, വഹല്ലിൽ ജന്ന, സ്വർഗത്തിന് സ്വാഗതം, സ്വർഗത്തിന് സന്തോഷം. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതിങ്ങനെ കേട്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിനെ തൃപ്തിപ്പെടുത്തുന്നൊരു വാക്ക് പറഞ്ഞു, ഉമറേ, അല്ലാഹ് നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്യട്ടെ, നിങ്ങളെ കൽബിലും താല്പര്യം ഏറെയുണ്ടല്ലോ. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ, ഞാൻ അതുകൊണ്ട് ഉദ്ദേശിച്ചത് സ്വർഗം കിട്ടുന്ന ഏതൊരു പണിയുണ്ടോ അതിന്റെ ആദ്യ സ്റ്റെപ്പിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ട്. എനിക്ക് അങ്ങോട്ട് മുന്നോട്ട് ഓവർടേക്ക് ചെയ്ത് പോകാൻ പറ്റൂല. ഞാൻ ഇവിടെ സ്വർഗം കിട്ടുന്ന എന്തൊരു വിഷയം തങ്ങൾ പറഞ്ഞാലും ഒക്കെ മുന്നിൽ ഞാൻ കാണുന്നത് അസ്സാബിഖൂൻ അസ്സാബിഖൂൻ. ഇവിടെ മുന്നിൽ നിന്നവർ അവിടെയും മുന്നിലാണ്. ഉമ്മമാര് മറക്കണ്ട, ദിക്റിന്റെയും സ്വലാത്തിന്റെയും എണ്ണം കുറക്കണ്ട, സുന്നത്തസ്കാരത്തിന്റെ എണ്ണം കുറക്കണ്ട. ഉമ്മമാരെ, റാബിയത്തുൽ അദവി റളിയല്ലാഹു അൻഹ ഓരോ ദിവസവും 1000 റക്അത്ത് സുന്നത്തസ്കരിക്കുന്ന മഹദിയെന്നു. അപ്പൊ ഒരാൾ ചോദിച്ചു, എന്തിനാ 1000 റക്അത്ത് സുന്നത്തസ്കരിക്കുന്നതെന്ന്? അപ്പൊ മഹദി പറഞ്ഞു, സ്വർഗത്തിൽ പോകാനല്ല, നരകത്തിൽ നിന്ന് രക്ഷ കിട്ടാനുമല്ല. പിന്നെന്തിനാണ്? മഹ്ശറിൽ വെച്ച് നബിതങ്ങൾ ചോദിക്കാണ്,
എന്റെ സമുദായത്തിൽ ദിനേന 1000 റക്അത്ത് നിസ്കരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോ ആദ്യം പോകാനാണ് അവിടെ മെമ്പർഷിപ്പ്, അവിടെ സമ്മാനം വാങ്ങാനാണ്. ഖൈറാത്തുകളുമായി മുന്നോട്ട് കുതിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ സദസ് അല്ലാഹു തആല ഖബൂലാക്കി തരട്ടെ. ഞാൻ ഇവിടെ നിർത്തുന്നു തൽക്കാലം. ബാക്കി ഭാഗങ്ങൾ ഇൻഷാ അല്ലാഹ്. ഏറ്റവും മുൻപന്തിയിൽ നിന്ന ആളുകൾക്കുള്ള സ്വർഗമാണ് നാളെ നമുക്ക് ഉലായിക്കൽ മുഖറബൂൻ എന്ന് പറഞ്ഞ് വിശദീകരിക്കാനുള്ളത്. അവരെ സ്വർഗത്തിന്റെ ആ സെറ്റപ്പും അള്ളാഹു നൽകുന്ന ആ സ്വർഗത്തിന്റെ സന്തോഷങ്ങളൊക്കെ പഠിക്കാനും അവരോട് ഓരം ചേർന്ന് നിൽക്കാനും അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. നമ്മുടെ സദസ് അള്ളാഹു കബൂലാക്കി തരട്ടെ. ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് ഒരുമിച്ച് കൂട്ടിയത് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ.